അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും
കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആശീർവദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെതുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കും. ധൂർത്തപുത്രൻ്റെ കഥകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തില്ലേ അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു വാൽക്കഷ്ണം വന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള അതായത് പ്രസവിച്ചില്ലേ, ധൂർത്തപുത്രൻ്റെ അയാൾ വന്നിട്ട് പറയണത് എന്താ? ഇളയ മകൻ വന്നിട്ട് അപ്പനോട് പറയുന്നത് എന്താ? അങ്ങയുടെ ദാസൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ, അല്ലെ? അങ്ങനെ പറയണില്ലേ? അങ്ങനെ ഇപ്പോഴാണ് ദാസനാകാൻ പോണതേ. ലുക്ക 15:19 നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി. അപ്പൊ ഇനി മുതൽ പുള്ളിയെ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അപ്പൊ അത് ഇനി മുതലാണ്. ഞാൻ ഇനി യോഗ്യനല്ല, അതുകൊണ്ട് ഇനി മുതൽ എന്നെ ദാസനായി സ്വീകരിക്കണമെന്നാണ്, അല്ലേ? പക്ഷെ ഇവിടെ വേറെ കാര്യമുണ്ടല്ലോ. ആദ്യം മുതലേ ദാസ്യ പേര് ചെയ്യണ ആളുണ്ടല്ലോ. അയാളെന്താ പറയണത്? മൂത്ത മകൻ 15:29 വായിച്ച് ലുക്ക. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല. അതാണ് പ്രശ്നം. ഇവൻ പറയണേ, ഈ മൂത്തവൻ പറയണത് ഞാൻ ഇനി അങ്ങയുടെ ദാസനായി ജീവിച്ചോളാന്ന്. അപ്പൊ ഇനി മുതലാണ് പുള്ളി എല്ലാം മുടിഞ്ഞ് തേച്ച് കഴുകി വന്നപ്പോഴാണ് ഇനി മുതൽ ദാസനാണ്. പക്ഷെ നേരത്തെ തന്നെ ജീവിതകാലം മുഴുവൻ ദാസനായ ഒരു മനുഷ്യനാണ് മൂത്തവൻ. ഞാൻ എത്ര കാലമായി നിനക്ക് വേണ്ടി ദാസ്യവേല ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ദൈവമായിട്ട് ഡീലിങ്സിൽ ഒരു ദിവസത്തെ ബിസിനസ് അല്ലെങ്കിൽ ജോലി കഴിയുമ്പോൾ ഈ കണക്ക് വെക്കുമ്പോൾ എന്ത് വരുമെന്നറിയാമോ? ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം, അല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടാകരുത്. അത് നമ്മൾ അതാ ദിവസം ശ്രദ്ധിച്ചാൽ മതി. അവസാനം നമ്മൾ ഉറങ്ങാൻ നേരത്തെ, കണക്ക് വെക്കാൻ നേരത്തെ കർത്താവ് നമുക്ക് കടക്കാരനാകണം. അതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ല, നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ ഉണ്ടാകരുത്. ഇപ്പം മൂത്തമ്മൻ്റെ വിജയം അതാണേ. അയാൾ പറഞ്ഞത് എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല, എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ കണക്ക് വെച്ചപ്പോ എന്ത് പറ്റി? അവനൊന്നും അങ്ങോട്ട് കൊടുക്കാനുമില്ല, അപ്പൻ ഇങ്ങോട്ട് തരാനേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ കണക്ക് അവസാനിക്കണത്. പക്ഷെ ആ കണക്കിൽ തെറ്റൊന്നുമില്ല. അപ്പൻ ഇവന് ഡെയിലി പേയ്മെന്റ് നടത്തണില്ലേ, ഇവനൊരു ദിവസക്കൂലിക്കാരനായിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. ദിവസക്കൂലിക്കാരനാണല്ലോ അന്നന്ന് കണക്ക് തീർക്കണത്. അപ്പൻ അന്നന്ന് കണക്ക് തീർത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ബന്ധം എന്താണ്? എൻ്റെ മകനെ, ശാശ്വതമാണ് ഈ ബന്ധം, കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ലൂക്ക 15:31. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അക്കൗണ്ട് വന്നപ്പോൾ എന്ത് പറ്റി? ഈ നിത്യത എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എല്ലാം റീഫണ്ടബിൾ ആവും. അതുകൊണ്ട് എപ്പോഴും ഓർത്തേക്കണം കേട്ടോ, കർത്താവ് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഈ ഭൂമി വെച്ച് തന്നെ എല്ലാം പേയ്മെൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചാട്ടി പിടിക്കരുത്. കുറച്ച് നമുക്ക് തിരിച്ചു തരാനുണ്ടാകണം. ആ രീതി വേണം കണക്കുകൾ അവസാനിക്കാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അൾത്താരയിൽ വന്ന്
സാക്ഷ്യം പറയാൻ എന്നെ സഹായിച്ച പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി തോമസ്. ഞാൻ തൃക്കുടിത്താനം ഇടവകയിൽ നിന്ന് വരുന്നത്, ചങ്ങനാശ്ശേരി. എനിക്ക് 12 വർഷമായിട്ട് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. പക്ഷേ 12 വർഷമായിട്ട് എനിക്ക് ജോലിയൊന്നുമില്ലായിരുന്നു. മൂത്ത മകളുടെ ഡെലിവറിക്ക് ശേഷം ഞാൻ ജോലിക്ക് പോയില്ല. പിന്നെ ഗ്യാപ്പ് വന്നത് കാരണം ജോലിയിൽ കയറാൻ എനിക്ക് പറ്റുന്നുമില്ലായിരുന്നു. അതുമല്ല, കേരള രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു. ഞാൻ പുറത്ത് കുവൈറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് നീണ്ടു പോയി. 12 വർഷമായിട്ടും പിന്നെ 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കേരള രജിസ്ട്രേഷൻ ചെയ്തത്. എന്നിട്ടും ജോലിയൊന്നും അന്വേഷിച്ചപ്പം ഗ്യാപ്പുള്ളവരും കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്തിൽ ജോലിയൊന്നുമില്ല. പിന്നെ അതുകൂടാതെ എൻ്റെ ഭർത്താവിന് ക്യാൻസറായി. 2 പേർക്കും വരുമാന മാർഗ്ഗമില്ലായിരുന്നപ്പോൾ ഞാനങ്ങ് വിഷമിച്ചു. എനിക്കൊരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ മാതാവിനോട് ചോദിച്ചു, എനിക്കൊരു 500 രൂപയ്ക്കെങ്കിലും വകയുള്ള ഒരു ജോലിയെങ്കിലും കിട്ടണം, നഴ്സിങ്ങിന് പോകാൻ പറ്റണില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് ബേക്കിംഗ് അറിയാം. അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ മാതാവ് എനിക്ക് ഒരു ചേച്ചി വഴി ചേച്ചി എന്നോട് ചോദിച്ചു, ഞാൻ കേക്കിന് ഓർഡർ തന്നാൽ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? അങ്ങനെ ഞാൻ കേക്കിന് സമ്മതിച്ചു. അന്ന് 1 വർഷമായി. ഇന്ന് വരെ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി ഡെലിവറി ചെയ്തിട്ടാണ് വന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് മാതാവ് തന്നിട്ടില്ല. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അമ്മയെ എനിക്ക് ഓർഡർ കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന സമയം അന്ന് 4 മണി അല്ലെങ്കിൽ 5 മണിയാകുമ്പോഴത്തേക്ക് എനിക്കൊരു ആരെയും അറിയാൻ മേലാത്ത ഒരു വ്യക്തി എനിക്ക് ഓർഡർ വിളിച്ച് തരും. അങ്ങനെ അമ്മ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഈ മാസം ജനുവരി 16-നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് ഒരു 3 മാസം മുമ്പേ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് സ്റ്റാഫിനെ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിലേക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് അങ്ങനെ ചുമ്മാ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഗ്യാപ്പ് ഒരു പ്രശ്നമാണ്. അങ്ങനെ എന്നാലും അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു BScക്കാർക്കാണ് ഓപ്ഷൻ കൂടുതൽ. ഞാൻ ജനറൽ നേഴ്സാണ്. അപ്പം BScക്കാർ ആ സ്റ്റാഫിന് അവർ അപ്പോയിൻമെൻറ്റ് ചെയ്തു. സെക്കൻഡ് ഓപ്ഷൻ എനിക്ക് വെച്ചായിരുന്നു, കിട്ടും. ഇപ്പോൾ കുറച്ച് 1 വർഷത്തിനിടയിലെല്ലാം പോവുകയാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്ന് പറഞ്ഞാണ് അവിടുന്ന് എഗ്രിമെൻറ്റിൽ സൈൻ ഇട്ടത്. ഒരാഴ്ചയ്ക്ക് മുമ്പേ എന്നെ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്, അത് കാരണം സെക്കൻഡ് ഓപ്ഷന് നിങ്ങളുടെ പേരാണ് വെച്ചേക്കുന്നത്. അത് കാരണം നാളെ ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണമെന്ന് അവിടുന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ എനിക്ക് 12 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നഴ്സിംഗ് ജോലി ചെയ്യാൻ പറ്റിയതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒരു സാക്ഷ്യം കൂടെ, എൻ്റെ ഭർത്താവിന് ക്യാൻസർ രോഗം വന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത സൈറ്റിൽ കൂടെ പസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പുള്ളിക്കാരൻ വരാൻ പറ്റുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ ഫോട്ടോയും എടുത്തുകൊണ്ട് ജോസഫച്ചനെ കാണാൻ വന്നു. ജോസഫച്ചൻ എന്നോട് പറഞ്ഞു, ആ ഫോട്ടോ എടുത്ത് അതിൽ സൈറ്റ് ചേർത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ നിമിഷം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് വന്നത്. തിരിച്ചു തന്നപ്പോഴത്തേക്ക് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നീ പള്ളിയിൽ പോയപ്പം തൊട്ട് എൻ്റെ ഇവത്തിൽ നിന്ന് പഴുപ്പ് വരുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പം പഴുപ്പൊന്നും വരുന്നില്ല, അവിടെ എല്ലാം ഉണങ്ങിയായിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു അവിടെ ഉണങ്ങിയിട്ടുണ്ട്, എന്നാലേ ആ സ്റ്റിച്ച് എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു, അത് ഉണങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്റ്റിച്ച് എടുക്കാൻ പറ്റി. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് ഞാൻ ഈ പത്രം ഇവിടുന്ന് കൊണ്ടുപോകുമ്പം എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ എനിക്കൊരു കുഞ്ഞുണ്ടായത് പോലും പരിശുദ്ധ അമ്മയുടെ ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് എനിക്ക് ഒരു കുഞ്ഞുണ്ടായത്. പെൺകുഞ്ഞ് എനിക്ക് 5 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയത്. അത് ഞാൻ ഉടമ്പടിയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യം പറയാഞ്ഞ്. അപ്പോൾ ഈ അനുഭവ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞാണ് ഞാൻ പത്രമൊക്കെ വിതരണം ചെയ്യുന്നത്. അത് ഞാൻ ആശുപത്രികളിൽ ചെന്ന് രോഗികളുടെ അടുത്ത് കൊണ്ടുപോയി പത്രം കൊടുക്കും, ഇത് പറയും. അതുകൂടാതെ ഞാനൊരു ഒരു ആശ്രമമുണ്ട്, അവിടെ ചെന്ന് അവരുടെ കൂടെ കുറച്ച് നേരം സമയം ചെലവിടുകയും അവരുടെ കൂടെ വർത്തമാനം പറയുകയും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എന്നോട് സഹായം ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 27:7
കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവം എനിക്ക് ഉത്തരം നൽകണമേ. ജിൻസി തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 2 അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരാൾ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുക എന്നത് നിലവിളിയോടെ പ്രാർത്ഥിക്കുക എന്നൊരർത്ഥമുണ്ട്. അത് ജീവിതം ക്ലേശപൂർണമായും സഹനത്തിൻ്റെ തിച്ചുളയിലുമാണ് ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ഉച്ചത്തിൽ കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും സഹോദരിയുടെ ജീവിത സാഹചര്യങ്ങൾ ക്ലേശപൂർണമായി മുന്നോട്ട് പോകുമ്പോൾ 2 കാര്യങ്ങൾക്ക് മകൾ ഈ നാളുകളിൽ പ്രാർത്ഥിച്ചത് നമ്മുടെ ദൈവ തിരുസന്നിധിയിൽ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തത് കുടുംബത്തിനൊരു വരുമാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ഒരു ജീവിത പങ്കാളി ഗുരുതരമായ രോഗാവസ്ഥയിൽ വീട്ടിൽ കഴിയുന്നു. പുറത്തൊരു ജോലിക്ക് പോകുവാനാവാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് അമ്മ മാതാവ് വീടിനകത്തൊരു വരുമാനത്തിനുള്ള വഴി തുറക്കുവാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരി പറയുന്നുണ്ട്, യാദൃച്ഛികമായി പഠിച്ചെടുത്ത ബേക്കിങ്ങിൽ മറ്റൊരു വ്യക്തി വന്ന് ഓർഡർ തന്നാൽ കേക്ക് ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച നാൾ മുതൽ ഈ നാൾ വരെയും കൃത്യമായിട്ട് ആ കേക്ക് നിർമ്മാണം നടത്തുവാനുള്ള വഴിയൊരുക്കി കൊടുത്ത് വീടിനകത്തെ ചെറിയ വരുമാനത്തിൻ്റെ വഴികൾ അമ്മ നൽകിയതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. അതെപ്പോഴും ക്ലേശിതർക്കും പീഡിതർക്കും അഗതികൾക്കും ഹൃദയ നൈർമല്യത്തോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ദൈന്യതകൾ മാറും വിധം ദൈവികമായ ഇടപെടലുകൾ എപ്പോഴും അനുഭവിക്കുന്നത് കാണാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവെച്ചത്. എനിക്ക് ഔദ്യോഗികമായൊരു ജോലിയോ അതിനുള്ള വഴികളോ തുറന്നു കിട്ടിയില്ലെങ്കിലും എൻ്റെ വീടിനകത്ത് എൻ്റെ പങ്കാളിയെ നോക്കിക്കൊണ്ട് രോഗത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും നാളുകളിൽ കുടുംബം പൊറ്റുവാനാവുന്ന ചെറിയൊരു വരുമാനം അമ്മ എനിക്ക് ഒരുക്കി തരികയും അതെനിക്ക് ആശ്വാസമാവുകയും ചെയ്തുവെന്ന്. മറ്റൊന്ന് ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ്. 11 വർഷത്തിന് ശേഷം നേഴ്സിംഗ് ഫീൽഡിലേക്ക് മകൾക്ക് എങ്ങനെ ഒരു ജോലി മാതാവ് ഒരുക്കി കൊടുത്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, മറ്റു പലരും മകളേലും ക്വാളിഫിക്കേഷൻ ഉള്ളവർ ജോലിക്കവിടെ ഉള്ളപ്പോൾ അവർക്ക് ശേഷം മാത്രം മകളെ പരിഗണിക്കൂ എന്ന മകൾക്ക് അറിവുള്ളപ്പോഴും അത് ആ ജോലിക്ക് വേണ്ടി മകൾക്ക് മുകളിലുള്ളവർ പലവിധ കാരണങ്ങളാൽ ഓരോന്നോരോന്ന് മാറിപ്പോവുകയും മകൾക്ക് ഇന്ന് കുടുംബം പുലർത്തുന്നതിന് അത്യാവശ്യമായ വരുമാനത്തിലേക്ക് ജോലി മകളെ തേടിയെത്തുകയും ചെയ്യുന്നുവെന്ന്. പ്രിയമുള്ളവരെ, കണ്ണീരോടെയാണ് വരുന്നതെങ്കിലും സന്തോഷത്തോടെ കൊയ്തുകൊണ്ടു പോകുന്ന വചനത്തെ നാം ധ്യാനിക്കുന്നുണ്ട്. കണ്ണീരോടെ വിതച്ച് സന്തോഷത്തോടെ കൊയ്യുന്നത്. നമ്മൾ ഈ അമ്മയുടെ അരികിലേക്ക് ജീവിതത്തിൻ്റെ ഏതൊക്കെ തകർച്ചകളും വേദനകളും ഇല്ലായ്മകളുമായി നാം വരുന്നുവെങ്കിലും അമ്മയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന വിഷയമാണെങ്കിൽ അമ്മ തന്നെ നമുക്ക് വേണ്ടി ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ സുരക്ഷിതമാക്കുവാനുള്ള മാർഗങ്ങൾ ഒരുക്കിത്തരും. നമുക്കത് മെറിറ്റ് കൊണ്ടാവില്ല, ഒരു മെറിറ്റും ഉണ്ടാവില്ല. പക്ഷേ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമുക്ക് ദാനമായി ദൈവ സാന്നിധ്യത്തെ അറിയിച്ചുകൊണ്ട് ദൈവാനുഗ്രഹമായി കൈമാറുന്നതാണ്. അതിൻ്റെ സാക്ഷ്യമാണ് മറ്റൊന്ന് സഹോദരി സൂചിപ്പിച്ചത്. മൂന്നാമത്തത്, ജീവിത പങ്കാളി രോഗക്ലേശത്തിൽ കുടുംബം അനുഭവിച്ചിരുന്ന വലിയൊരു ക്ലേശമാണ്. ഓപ്പറേഷൻ്റെ സ്റ്റിച്ച് എടുക്കുവാനാവാത്ത വിധം നിരന്തരം പഴുപ്പ് വന്നുകൊണ്ട് അത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫോട്ടോയുമായി അച്ഛൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. അച്ഛനത് അമ്മ മാതാവിൻ്റെ തിരുസ്വരൂപത്തിലും ഈശോയുടെ കാൽച്ചുവട്ടിലും ആ ഫോട്ടോ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യപ്പെടുവാൻ വേണ്ടി, പഴുപ്പ് വറ്റിപ്പോകുവാൻ വേണ്ടി, മുറിവുണങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു കൊടുക്കുന്ന അതേ നിമിഷം ഭവനത്തിൽ സഹോദരൻ്റെ പഴുപ്പ് പൂർണ്ണമായി പറ്റിപ്പോയിക്കൊണ്ട് ആ സ്റ്റിച്ച് എടുക്കുവാനും കൂടുതൽ സൗഖ്യത്തിലേക്ക് പ്രവേശിക്കുവാനും മകനെ അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, ജൈറോസിൻ്റെ മകളെ സൗഖ്യപ്പെടുത്തുമ്പോൾ യേശു ഒരു വാക്കുച്ചരിക്കുന്ന നിമിഷം തന്നെ അത് സൗഖ്യമായി തീരുന്നതിനെക്കുറിച്ച്, യേശു ഒരു സ്പർശനം കൊടുക്കുന്ന നിമിഷം തന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്ന അനുഭവത്തെക്കുറിച്ച്, യേശു ചെളി കൊണ്ട് കണ്ണിൽ അത് പുരട്ടിക്കഴിയുമ്പോൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്ന് വരെ അന്ധനായിരുന്നവൻ കണ്ണു തുറന്ന് പ്രകാശം കാണുന്നു, ലോകത്തെ കാണുന്നതിനെക്കുറിച്ച്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്നിനും കുറവില്ല. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഏത് വിഷയത്തിനും കൃപയുണ്ട്. അതുകൊണ്ട് ശരണപ്പെട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ജീവിതത്തിൻ്റെ ഏത് വിഷയത്തിന്മേലും ഈശോ അനുഗ്രഹിക്കും.
നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കപ്പെടുകയും ചെയ്യും. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് ആദ്യമായിട്ട് കൃപാസനം പ്രസാദമര മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിയതിന്, രണ്ടാമതും എന്നെ സാക്ഷിയാക്കിയതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതം ഈശോയെ മഹത്വപ്പെടുത്തണ അനുവദിക്കണമേ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. 2019 ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൃപാസനത്തെപ്പറ്റി ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ കൃപാസനത്തെപ്പറ്റി അധികം ആരും അറിഞ്ഞിട്ടുമില്ല. എനിക്കൊരു കൃപാസനം പത്രം കിട്ടിയിട്ടുമില്ല. 2019 എനിക്ക് യൂട്യൂബോ വാട്സപ്പോ ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. ഞാൻ വീട്ടിൽ വളരെ ഒതുങ്ങിക്കഴിയുന്ന ഒരാളായിരുന്നു. ഹസ്ബൻഡ് വിളിക്കുന്നിടത്ത് പോവും എന്നുള്ളതല്ലാതെ പ്രാർത്ഥനയ്ക്ക് പോവുമോ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ലായിരുന്നു. അതുകൊണ്ട് വാട്സപ്പ് യൂട്യൂബ് ഒന്നും ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. എനിക്കാരും വീട്ടിൽ നിന്ന് അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടുമില്ലായിരുന്നു. എനിക്ക് ചെറിയൊരു ശാരീരികമായ അസ്വസ്ഥത അന്നുണ്ടായ സമയത്ത് ഒരു എൻഡോസ്കോപ്പി ആവശ്യമായിട്ട് വന്നു. ആ സമയത്ത് ഞാൻ വളരെ വീക്കായിപ്പോയി. എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ എൻഡോസ്കോപ്പി പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഹസ്ബൻഡ് പുറത്തു പോകും. എൻ്റെ മകന് +2 പഠിക്കുകയാണെന്ന്. അപ്പോൾ അവൻ സ്കൂളിൽ പോകുമ്പം ഹോട്ടലിൽ ഫുഡാണ് വാങ്ങിച്ചുകൊണ്ട് വന്ന്. എനിക്ക് ആഹാരം വയ്ക്കാനൊന്നും ഒക്കത്തില്ല. ഞാൻ ഈ സോഫയിൽ കിടന്ന സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനാ കൗണ്ടർ ആ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ കിടന്ന് ഞാൻ നന്നായിട്ട് മാതാവിനോട് മാധ്യസ്ഥം പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കരഞ്ഞ്. അപ്പോൾ എൻ്റെ ചെവിയിൽ കൃപാസനത്തിൽ വന്ന് അന്ന് കേട്ട്. ഇന്ന് പക്ഷേ അത് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കേൾക്കുന്നത് കൃപാസനമെന്നാണ്. അപ്പോൾ ഈ കൃപാസനം എന്ന് കേട്ട ഉടനെ ഞാൻ എണ്ണിട്ടിരുന്നിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത്, എൻ്റെ പള്ളിയിലെ കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ തുമ്പോളിയിലുള്ള സിസ്റ്ററായിരുന്നു. സിസ്റ്റർ ഇപ്പോൾ മരിച്ചുപോയി. സിസ്റ്റർ എന്നോട് വലിയ സ്നേഹമായിരുന്നു. അപ്പോൾ സൺഡേയിലെ കുർബാന കഴിയുമ്പോൾ സിസ്റ്റർ എനിക്ക് കുറേ ബുക്കുകൾ കൊണ്ടുവന്ന് തരും. കുറേ ചോക്ലേറ്റും തരും, കുറേ ബുക്കുകളും തരും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അന്ന് അത്രയും വലിയ പ്രാർത്ഥനകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ബുക്കുകളൊക്കെ ഞാൻ കൊണ്ടുവന്ന് കബോർഡിനകത്ത് വെക്കും. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് സിസ്റ്റർ എൻ്റെ കയ്യിൽ എന്തോ ഒരു പേപ്പർ മടക്കി തന്നതുപോലെ ഒരു ഓർമ്മ വന്ന് ഞാൻ പോയി കബോർഡ് തുറന്ന് നോക്കിയപ്പം ഒരു കീറിയ കൃപാസനം പത്രമാണെന്ന് സിസ്റ്റർ എനിക്ക് തന്നത്. സിസ്റ്റർ തന്നിട്ടത് കൃപാസനം പത്രമാണെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല. ഞാനത് എടുത്ത് നോക്കിയപ്പോൾ യൂട്യൂബിൻ്റെ എല്ലാം അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഉടമ്പടിയെപ്പറ്റി വായിച്ചു. പിന്നെ ഞാൻ യൂട്യൂബ് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ആ യൂട്യൂബിൽ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഈവനിങ്ങിലെ പ്രാർത്ഥനയൊക്കെ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞ്, എന്നെ ഈ കൃപാസനം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉടമ്പടി എടുത്തിട്ട് എൻഡോസ്കോപ്പിക്ക് കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, നമുക്ക് ആദ്യം എൻഡോസ്കോപ്പിക്ക് പോകാം, പിന്നെ ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാനൊരു 3-4 ദിവസം ചൊല്ലി ഹസ്ബൻഡിന് മനസ്സുണ്ടാകണേന്ന് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് 3 പേരുമായിട്ട് വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ അപ്പോൾ കിംസിലാണ് എനിക്ക് ആദ്യം എൻഡോസ്കോപ്പി പറഞ്ഞത്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഹസ്ബൻഡ് പറഞ്ഞു ആസ്റ്റർ മെഡിസിറ്റിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, നിന്നെ കണ്ടിട്ട് പോകാനാണ് തീരുമാനമെന്ന് വെച്ചു. ഞങ്ങൾ ആസ്റ്ററിൽ പോയപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എൻ്റെ എൻഡോസ്കോപ്പിയിൽ അങ്ങനെ ക്യാൻസറിൻ്റെ ഒരു അംശമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു മരുന്നിൽ അതങ്ങ് മാറി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉടമ്പടി എന്ന് പറയുന്നത് ഞങ്ങൾ നിയോഗത്തിന് വേണ്ടിയിട്ടല്ല പുതുക്കുന്നത്. ഞങ്ങൾ മറ്റുള്ളവരെ ഉടമ്പടി എടുപ്പിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും എങ്ങനെ പ്രാർത്ഥനയിലോട്ട് മുന്നോട്ട് വരണമെന്നുള്ള ഇതിലോട്ട് അങ്ങ് മാറിപ്പോയി. ഒരു നിയോഗവും ഞങ്ങൾ എഴുതിയിട്ടില്ല. പിന്നെ അങ്ങനെ അതിനുശേഷം എനിക്ക് സാക്ഷ്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. ഉടമ്പടിയിൽ ഇങ്ങനെ മുന്നോട്ട് ഈ കാരുണ്യപ്രവൃത്തിയിലൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഡിസംബറിൽ എൻ്റെ വയറിലൊരു വേദന വന്നു. വയറിൽ വേദന വന്ന സമയത്ത് എനിക്ക് കുനിയാനും നൂരാനും ഒന്നും പറ്റാത്തൊരു വേദന. ഞാനത് വീട്ടിൽ പറയും. അന്നേരം ഹസ്ബൻഡും ഭയങ്കര അസ്വസ്ഥമായിരുന്നു. ഇതെന്തോ ഇങ്ങനൊരു വേദനയെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് അപ്പൻഡിസൈറ്റിസിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് സർജറി ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ. അങ്ങനെ ഞങ്ങളൊരു ഗ്യാസ്ട്രോ സർജനെ കാണാൻ പോകുമ്പം ഈ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇതെന്തിനാണ് നിങ്ങളിവിടെ വന്നത്, ഇതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയച്ചു. പക്ഷെ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ വേദന മാറിയില്ല. എനിക്ക് അതേ വേദന അങ്ങനെ നിന്നപ്പോൾ എൻ്റെ സഹോദരൻ 1 വർഷമായി മരിച്ചു പോയിട്ട് ലിവർ ക്യാൻസറായിട്ടാണ് മരിച്ചത്. അപ്പൻ്റെ അനിയനും അങ്ങനെ തന്നെയാണ് മരിച്ചത്. അപ്പോൾ അവനെ ചികിത്സിച്ച് അതേ ഗ്യാസ്ട്രോയിലെ ഡോക്ടറെ അടുത്ത് എന്നെ ഹസ്ബൻഡ് കൊണ്ടുപോയി. ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, 2002 മുതൽ എനിക്ക് സ്കാൻ ചെയ്യുന്നുണ്ട്. ആ സ്കാനിങ്ങിൽ എനിക്ക് ഫാറ്റി ലിവറാണ്, ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവറാണ്. അത് ഈ ഡിസംബർ വരെ ചെയ്ത സ്കാനിങ്ങിൽ ഫാറ്റി ലിവറാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ ബ്രദർ ഇങ്ങനെ മരിച്ചതുകൊണ്ടും ബ്രദറിന് ഫാറ്റി ലിവർ സിറോസിസ് ട്യൂമറായിട്ടാണ് വന്നത്. അപ്പം നിനക്ക് സിറോസിസ് ആയി കാണും, അതുകൊണ്ട് ഒരു ഫൈബ്രോ സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിറോസിസ് ആയെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പോൾ എൻ്റെ ബ്രദറിനെ അറിയാവുന്നതുകൊണ്ട് ഡോക്ടർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ എണ്ണീറ്റപ്പോൾ ഡോക്ടറിൻ്റെ തോളെ പിടിച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, സിറോസിസ് ആണെങ്കിൽ ഞാൻ നിനക്ക് ഡയറ്റൊക്കെ തരാം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഈശോയുടെയും ഈ കൃപാസന അമ്മയുടെ വലിയ ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അമ്മയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഭവനമാണത്. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥന എല്ലാവരെയും വിളിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞ്, മാതാവേ, എൻ്റെ ബ്രദറിന് ഇങ്ങനെ തന്നെയാണ് പോയത്, വീട്ടിലും ചില ആൾക്കാർക്ക് അങ്ങനെ ബന്ധുക്കളും അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഒരു അസുഖം തരരുതേ, ഒരസുഖം തരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെയല്ലല്ലോ ഈശോയെ നമ്മൾ സ്നേഹിക്കേണ്ടത്. പക്ഷേ ഈ ഒരു അസുഖം വന്നാൽ ഡയറ്റ് വലിയ പാടാണ്, എനിക്കറിയാം. ഞാൻ ഈ കൃപാസനത്തിൻ്റെ പ്രേക്ഷിതമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് രോഗികളെ വിസിറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള രോഗികളുണ്ട്, എനിക്ക് അവരുടെയൊക്കെ വേദന കാണുമ്പോൾ വലിയ വിഷമോ. അപ്പോൾ ആ ഡയറ്റൊന്നും ചിലപ്പോൾ എന്നെക്കൊണ്ട് പൂർത്തിയാക്കാനൊന്നും നോക്കത്തില്ല. എവിടെയെങ്കിലും പോയാൽ ആ ഡയറ്റൊന്നും നമുക്ക് പറ്റത്തില്ല. എനിക്ക് ഈ ഡയറ്റ് പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് എന്നെ ഈ സിറോസിസ് ഒന്നും ആവരുത്, അതിലോട്ട് എന്നെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 8 ദിവസം ഉണ്ടായിരുന്നു ആ ഫൈബ്രോ സ്കാനിൻ്റെ ഡേറ്റിന്. ആ അത്രയും ദിവസവും ഞാൻ രാവിലെയും വൈകിട്ടും ഈ ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിക്കുന്നുണ്ട്. ഹസ്ബൻഡ് എല്ലാ മാസവും 18 വീട്ടിൽ പ്രേക്ഷിതം ചെയ്യുന്ന ഒരാളാണ്. പത്രം കൊടുത്ത്, പത്രവും ഉപ്പും എല്ലാം കൊണ്ടുപോയി അവരെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഉടനെ എനിക്ക് കോൺടാക്റ്റ് ചെയ്ത് തരും അവരുടെ നമ്പരൊക്കെ. ഞങ്ങൾ ഫൈബ്രോ സ്കാനിങ്ങിന് പോയി. എന്നെ ഫൈബ്രോ സ്കാനിന് വിളിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും കൈ വെച്ചിരുന്നു. ഡോക്ടർ എന്നെ സ്കാനിങ്ങിന് വിളിക്കുമ്പോൾ ഞാൻ അത്രയും പേര് അവിടെ ഇരിപ്പുണ്ട് മെട്രോയിൽ. അവരുടെ മുമ്പിൽ ഇരുന്ന് തന്നെ ഞാൻ എൻ്റെ ഉടുപ്പ് പൊക്കിയിട്ട് ലിവറിൻ്റെ സൈഡിൽ ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരച്ചിട്ട് ഈ കാശുരൂപം എൻ്റെ ഇന്നറിനകത്ത് വെച്ചു. അപ്പോൾ എനിക്ക് പേടിയുണ്ട് അവരെ എടുക്കാൻ പറയുമോയെന്ന്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് എടുക്കരുത്, എൻ്റെ ലിവറല്ല അമ്മയുടെ ലിവർ വേണം പരിശോധനയ്ക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു. പരിശോധന എല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഈ 2002 മുതലുള്ള ഫാറ്റി ലിവർ എന്ന് പറയുന്ന അതുപോലും എനിക്കില്ല, സിറോസിസ് ഇല്ല. എൻ്റെ ലിവർ നല്ല പൂർണ്ണമായിട്ടും ആരോഗ്യമായിട്ടിരിക്കുവാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു സാക്ഷ്യം കൂടെ അതിൽ മാതാവ് ഈശോയും തരാനുള്ളൊരു സാക്ഷ്യമായിരുന്നു. ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന അസുഖമുണ്ട്. കാരണം എൻ്റെ മകൻ ജനിച്ചപ്പോൾ അവൻ പല്ലോട് കൂടിയാണ് ജനിച്ചത്. അപ്പോൾ എനിക്ക് കാൽസ്യത്തിൻ്റെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാ 10 മാസം കൂടുമ്പോഴും എനിക്ക് സ്റ്റോണിൻ്റെ പെയിൻ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള സെൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലാവും ഒരു ദിവസം. ഞാൻ ആ കാഷ്വാലിറ്റിയിലാവുന്ന സമയത്ത് തീവ്രമായ വേദനയാണ്. പക്ഷേ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ വേദന സഹിക്കാനൊക്കെ ഉള്ള കഴിവ് ഈശോയമ്മയും തന്നിട്ടുണ്ട്. ഞാനത് ഉടമ്പടി കാശുരൂപം തന്നെ അപ്പോഴും കൈ വെച്ചേക്കുന്നത്. പക്ഷേ എന്നാലും നമ്മൾ രാത്രി അവിടെ കിടക്കണം, അവർ ട്രിപ്പിടും. പിറ്റേ ദിവസം അവർ പറയും യൂറോളജിയെ കാണാൻ പറയും, ഞങ്ങൾ പോവും. പക്ഷേ മരുന്നൊന്നും ഇതുവരെ എടുക്കുമോ, ഒരു സർജറിക്ക് പറഞ്ഞിട്ട് ഈ തൈലം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സർജറി എല്ലാം മാറിപ്പോയിട്ടുണ്ട്. എന്നാലും 9 വർഷമായിട്ട് ഈ 10 മാസം കൂടുമ്പോൾ എനിക്കിങ്ങനെ സ്കാൻ ചെയ്യുമ്പോഴും ഇതുള്ളപ്പോഴും എൻ്റെ മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു. ഞാൻ ജനുവരിയിൽ ഒരു കുട്ടികളില്ലാത്തൊരു ദമ്പതികളെ ഇവിടെ അച്ഛനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. അവരച്ഛനെ കാണാൻ കയറിയ സമയത്ത് ഞാൻ ആ ആരാധനാ ചാപ്പലിൻ്റെ മുമ്പിൽ നിൽക്കുക. അപ്പം ഞാൻ അവരെ നോക്കിക്കൊണ്ട് നിന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ അന്നേരം എനിക്ക് കിഡ്നിയുടെ സൈഡ് ഇടയ്ക്കിടയ്ക്ക് വേദന, എപ്പോഴും വേദനയാണ്, കഴച്ചൊരു വേദനയാണ് അത്. അപ്പം ഞാൻ പറഞ്ഞ്, പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും മാത്രമേ ഞാൻ ജനിച്ചപ്പോഴേ ഉള്ളതായിരിക്കാം ഇത്. എൻ്റെ ശരീരത്തെ കല്ലെടുത്ത് മാറ്റാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്കത് സാധിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വിളക്കിലിരിക്കുന്ന എണ്ണ എടുത്ത് ഞാൻ എൻ്റെ കിഡ്നിയുടെ സൈഡിൽ കുരിശ് വരച്ചിട്ടാണ് പോയത്. ഞാൻ ഈ ഫൈബ്രോ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് അതിൽ റിസൾട്ട് വന്നേക്കുന്നത് എൻ്റെ 2 കിഡ്നിയിലും ഒരു സ്റ്റോണും ഇല്ല. 9 വർഷമായിട്ട് 10 മാസം സ്കാൻ ചെയ്യുമ്പോൾ 3 mm 4 mm ഇങ്ങനെ സ്റ്റോണുണ്ട്. അതിൻ്റെ വേദനയുണ്ട്, കാരണം നമ്മൾ വേദനയങ്ങ് സഹിച്ചു പോവുക. അതെൻ്റെ 2ാമത്തെ സാക്ഷ്യമായിരുന്നു അങ്ങനെ കിട്ടിയത്. പിന്നെ ജനുവരി 1-ാം തീയതി ഞങ്ങളിവിടെ വേറെ ഒരു ആളെ ഒരു രോഗി അച്ഛനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ കൂടെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൊരു കുട്ടി സാക്ഷ്യം പറയാൻ ഇവിടെ കയറി, ഒരു ജർമ്മൻ ലാംഗ്വേജിൻ്റെ സാക്ഷ്യം പറയാൻ കയറിയപ്പോൾ ഈ സാക്ഷ്യം കണ്ടിട്ട് സാക്ഷ്യം കഴിഞ്ഞ് ഇവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പം അവരെ കൂടെ വന്ന ഒരു 7-8 അക്രൈസ്തവരുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത്. അവരെല്ലാം കൂടെ എന്നെ കൂടിയിട്ട് പറഞ്ഞു, നമുക്കൊരു ഗ്രൂപ്പ് കൃപാസനമ്മയുടെ പേരിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ജനുവരി 1-ന് ആ ഗ്രൂപ്പ് ഉണ്ടാക്കി. 14 പേരുണ്ട്. 12 പേര് എപ്പോഴും പ്രാർത്ഥനയാണ് സജീവമായിട്ട് വാട്സപ്പിൽ. അപ്പോൾ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ആദ്യമായിട്ട് അഖണ്ഡ ജപമാല പിടിക്കാൻ ഞാനിവിടെ വന്ന് സാറിനെ കണ്ടു, PR സാറിനെ കണ്ടു. സാറ് ഞങ്ങൾക്ക് ബ്ലസ് ചെയ്ത് അഖണ്ഡ ജപമാല തന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിനെ ബ്ലസ് ചെയ്തൊക്കെ വിട്ട് ഞങ്ങൾ അഖണ്ഡ ജപമാല പിടിക്കുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ സൗണ്ട് അങ്ങ് നഷ്ടപ്പെട്ടു പോയി.
സൗണ്ട് എനിക്ക് എത്ര സംസാരിക്കാൻ ശ്രമിച്ചാലും എനിക്ക് വേദനയാണ്, സൗണ്ട് വരത്തില്ല. ഒരു കീന്നൊരു സൗണ്ടേ പുറത്തോട്ട് വരൂ. അല്ലെങ്കിൽ ഒരിച്ചിരി സൗണ്ട് വരണമെങ്കിൽ ശക്തമായിട്ട് അത്രയും സംസാരിക്കണമല്ലോ, മൈക്കിലൊക്കെ സംസാരിക്കുന്നവരെ സംസാരിക്കണം. അപ്പോൾ എനിക്ക് അഖണ്ഡ ജപമാല ചൊല്ലാൻ പറ്റിയില്ല, അവരുടെ കൂടെ ഇരിക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. അപ്പോൾ ഈ അക്രൈസ്തവരൊക്കെ ഒരുപാട് സൗണ്ടിലിങ്ങനെ വിശ്വാസത്തോടെ ചൊല്ലുന്ന കേൾക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നങ്ങ് കരയുമായിരുന്നു. മാതാവേ, എനിക്ക് മാത്രം ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ഈ സൗണ്ട് എന്താ ഇങ്ങനെ ആയിപ്പോയത്, ഒരു നല്ല കാര്യം ചെയ്യുന്നതിൻ്റെ തലേ ദിവസമല്ലേ ഇതിങ്ങനെ ആയിപ്പോയതെന്നൊക്കെ ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിനക്ക് തരാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നു. പക്ഷേ എനിക്ക് സൗണ്ട് വന്നില്ല. ആ മാസം തന്നെ ഞങ്ങൾ 4 പ്രാർത്ഥന ചെയ്തു വീട്ടിൽ. അതെല്ലാം എൻ്റെ വീട്ടിലായിരുന്നു ആ പ്രാർത്ഥനയെല്ലാം, 13 പേരും. 4 പ്രാർത്ഥന ചെയ്തപ്പോഴും ഞാനിങ്ങനെ മൗനമായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി തിരക്കുള്ള ആളാണ്. അപ്പോൾ ആ മാസത്തിൽ അദ്ദേഹത്തിന് വലിയ തിരക്കായതുകൊണ്ട് എൻ്റെ ഈ സൗണ്ടിനെ പറ്റി ഒന്നും ചോദിക്കത്തില്ല. അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ച്, നിനക്കിങ്ങനെ സൗണ്ട് പോയല്ലോ. അപ്പോൾ വിചാരിക്കുന്ന തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ്, അത് പിന്നെ കാണിക്കുമ്പോൾ ശരിയാവുമെന്നും പറഞ്ഞായിരുന്നേ. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും FNAC എടുക്കാറുണ്ട്. ഈ 4 വർഷമായി എടുക്കുന്നത്. 3 വർഷം FNAC എടുത്തപ്പോൾ നെഗറ്റീവാണ്, ഈ വർഷം മാത്രം എടുത്തില്ല. അപ്പോൾ FNAC എടുക്കാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഈ കഴുത്തേൽ ഞാൻ തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പറയും, എൻ്റെ സൗണ്ടിങ് തിരിച്ചു തരണേ, എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായി സൗണ്ട് ഉള്ളതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ FNAC ചെയ്യാനായിട്ട് എൻഡോക്രൈനോളജിൽ ചെന്നപ്പോൾ ഡോക്ടർക്ക് നല്ല പരിചയമായിരുന്നു ഞങ്ങളെ ഈ 3 വർഷം കൊണ്ട്. ഡോക്ടർ പറഞ്ഞ്, സിന്ധുവിന് എന്തോ വിഷമമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ്, ആ സിന്ധുവിന് ഇപ്പോൾ എപ്പോഴും കംപ്ലൈൻറ്റാണ് ഡോക്ടറെ, സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ കംപ്ലൈൻ്റ് അല്ല, എൻ്റെ സൗണ്ട് ജനുവരി 1 പോയതാണ്. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ സൗണ്ട് ഇല്ല. അപ്പോൾ ഡോക്ടർ ഉടനെ അവിടെ തന്നെ ENTയിൽ എൻഡോസ്കോപ്പിക്ക് തന്ന്. എൻഡോസ്കോപ്പി ചെയ്തപ്പം 2 തടുപ്പുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് പോയത്. അത് ചിലർക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ 2 തടുപ്പും സർജറി ചെയ്യണം. സർജറി ചെയ്ത് കഴിഞ്ഞാലും ചിലർക്ക് പിന്നെയും സൗണ്ട് പോവാറുണ്ട്. ഒരുപാട് സംസാരിക്കുകയും ഇങ്ങനെ ആ സൗണ്ട് എടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെ പോവാറുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, നീ ഇനി ഗ്രൂപ്പിൽ അങ്ങനെ സൗണ്ട് എടുത്ത് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, അതുകൊണ്ടാണ് നിൻ്റെ സൗണ്ട് പോയത്, നീ പെതുക്കെ പ്രാർത്ഥിക്കാൻ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുമ്പോൾ ഞാൻ മാതാവിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, മാതാവേ, പ്രാർത്ഥിക്കുന്നെങ്കിൽ എനിക്ക് സൗണ്ട് വെച്ച് പ്രാർത്ഥിക്കാതെ പറ്റത്തില്ല, മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ അത് ഏതെങ്കിലും ആരാധന ചാപ്പലിൽ ഇരിക്കുമ്പോൾ മാത്രമേ എനിക്കങ്ങനെ പറ്റൂ. അല്ലാതെ എൻ്റെ അമ്മയോട് എനിക്ക് പറയുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് വന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അവർ 800 രൂപയുടെ ടാബ്ലറ്റ് തന്നിട്ട് ഡോക്ടർ പറഞ്ഞ്, ഈ ടാബ്ലറ്റ് കഴിക്കുമെന്ന് പറഞ്ഞ്. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 13 പേരെ ഞാൻ വാട്സപ്പിൽ കോളിൽ വിളിച്ചിട്ട് പറഞ്ഞ്, നമ്മൾ ഇത്രയും പേര്, ഞങ്ങൾ 14 ഉടമ്പടിക്കാരാണ്, അത് അത്രയും പ്രേക്ഷിതം ചെയ്ത് ഉടമ്പടി എങ്ങനെയാണെന്ന് അറിഞ്ഞ് പോകുന്നവരാണ് അവർ. അവരോട് പറഞ്ഞു, ഞാൻ മരുന്നെടുത്തില്ല ഈ സൗണ്ട് വരത്തില്ല എന്നുണ്ടേ വേണ്ട, കൃപാസനത്തിൻ്റെ അൾത്താരയിൽ നിന്ന് എനിക്ക് സൗണ്ട് തിരിച്ചു തരാമെങ്കിൽ തന്നാൽ മതിയെന്ന് പറഞ്ഞ്. ഞാൻ ആ മരുന്നെടുത്തില്ല, തൈലം മാത്രം തൊട്ട് പ്രാർത്ഥിച്ച്. പിന്നെ അവർ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അത്രയും ഉടമ്പടിക്കാരും അവർ ഓടി വന്ന് എൻ്റെ കഴുത്തേൽ അവർ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്ന് അവർ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ച്, നീ എന്താ മരുന്നെടുക്കാത്തേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ മരുന്നെടുക്കത്തില്ല, എൻ്റെ കൃപാസനം അമ്മ എനിക്ക് സൗണ്ട് തരുമെങ്കിൽ തന്നാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ല. ഒരു ഹസ്ബൻഡിന് വിശ്വാസമാണ്. പിന്നെ എൻ്റെ സൗണ്ടിൻ്റെ ആ ഒരു പോരായ്മ കൊണ്ടായിരിക്കാൻ ചോദിച്ചത്. ഈ ഫെബ്രുവരി 20-ാം തീയതി എൻ്റെ സൗണ്ട് പഴയതുപോലെ തിരിച്ചു വന്ന് ഞാൻ ഒരു മരുന്നും എടുത്തിട്ടില്ല. മരുന്ന് ഇവിടെ കൊണ്ടുവരാൻ ഞാൻ മറന്നു, പൊട്ടിക്കാതെ ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയും അമ്മ എന്നെ ഇങ്ങനെയൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ കൃപാസന അമ്മയെ സ്നേഹിക്കുന്നത്, മറ്റുള്ളവരെ കൊണ്ടുവരാനും പിന്നെ ഉടമ്പടി എടുക്കാൻ മുടങ്ങിക്കിടക്കുന്നവരുണ്ട്, അങ്ങനെ കൊണ്ടുവരാനും ഒക്കെ ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഹസ്ബൻഡ് ഞാനും കൂടെ ഒരുമിച്ചാണ് പ്രേക്ഷിതം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് പരിഹാസമുണ്ട്. കൃപാസന അമ്മയുടെ പേര് കിട്ടുന്ന പരിഹാസം എല്ലാം എനിക്ക് എൻ്റെ മേളിൽ പൂവായിട്ട് വീഴുന്ന പോലെ തോന്നുന്നത്. ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ ബാഗിൽ ഇവിടുന്ന് കൃപാസന അമ്മയുടെ ഈ ഫോട്ടോ ഒട്ടിച്ചിട്ട് ഇപ്പോൾ 6 മാസമായി. ഇതിൻ്റെ പേരിൽ ഞാൻ കേൾക്കുന്ന ആക്ഷേപവും പരിഹാസമൊക്കെ എനിക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ദിവസമാണ് ആ കിട്ടുന്ന പരിഹാസമൊക്കെ. ഒരുപാട് പേര് പരിഹസിക്കും, ഈ മാതാവിൻ്റെ ഫോട്ടോ എന്തിനാ ബാഗിലൊക്കെ ഒട്ടിച്ചുകൊണ്ട് കിടക്കുന്നതെന്ന് പറഞ്ഞ്. അത് ഞങ്ങൾ ഒട്ടിക്കാൻ വൈകിപ്പോയെന്നാണ് ഞങ്ങൾ മറുപടി പറയുന്നത്. ഈ ബാഗ് പഴകിയിട്ട് പോലും ഇത് മാറ്റാൻ എനിക്ക് പറ്റത്തില്ല. അത്രമാത്രം ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. അതിലൂടെ 20 പേരെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുക. 20 പേരെ വെറുതെ അല്ല കൊണ്ടുവന്നത്, അവർ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് ആ 20 പേര് പിന്നെ 5 പേരെ വെച്ച് അവർ കൊണ്ടുവരിക ചെയ്യുന്നത്. ഞങ്ങൾ ജനുവരി 1-ാം തീയതി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി.
ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങളിപ്പോൾ 2 മാസമായതേ ഉള്ളൂ. ആ ഗ്രൂപ്പിൽ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത്. ആ കാരുണ്യപ്രവൃത്തി ആദ്യമായിട്ട് ഇപ്പോൾ ചെയ്തത് വലിയൊരു കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ദരിദ്ര കുടുംബമുണ്ട്. അവർക്ക് ജപ്തി ചെയ്ത് അവരെ ഇറക്കി വിട്ടപ്പോൾ അവർക്ക് വീടില്ലാത്തതുകൊണ്ട് അവരൊരു ടാർപ്പ കെട്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്തു കൊടുക്കുന്നവർക്ക്. അപ്പോൾ ആ പെങ്കൊച്ചിന് യൂട്രസ് ഔട്ടായിട്ട് 5 വർഷമായി സർജറിക്ക് പോകാൻ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ 13 പേരും ചേർന്ന് 24,000 രൂപ പിരിച്ച് മെനഞ്ഞാന്ന് കൊടുത്ത് അവളെ SAT-യിലേക്ക് സർജറിക്ക് അയച്ചു. ഇന്ന് അവൾ സ്കാനിങ്ങിന് പോയിരിക്കുകയാണ്. അങ്ങനെ അത്രയും നല്ലതുപോലെ ചെയ്യുന്ന അക്രൈസ്തവരായിട്ടുള്ള കുടുംബങ്ങളാണ് അതിനകത്തുള്ളത്. അവരുടെ പ്രാർത്ഥന വലിയ പ്രാർത്ഥനയാണ്. അവർക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം കൃപാസന അമ്മയോട്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിതം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുത്ത സമയത്ത് എല്ലാവരെയും പോലെ കാരുണ്യപ്രവൃത്തി, അച്ഛൻ പറയുന്നുണ്ടല്ലോ കാരുണ്യപ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഉടമ്പടി പൂർത്തിയാവത്തില്ല എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കാരുണ്യപ്രവൃത്തി ചെയ്യുമായിരുന്നു. പേരിനും വേണ്ടി ഒരു കുടുംബത്തെ സഹായിക്കും. പിന്നെ ഞങ്ങൾ 2019, 2025 ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞങ്ങൾ രോഗികളെ സന്ദർശിച്ച രോഗികളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആ കൊണ്ടുപോയ രോഗിയുടെ വീട്ടിൽ തന്നെ നിരന്തരം സന്ദർശിക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കും. ഭക്ഷണമില്ല എന്നറിയുന്നിടത്ത് ഭക്ഷണം കൊണ്ടു കൊടുക്കും. വസ്ത്രമില്ലാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് ഞങ്ങൾ വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുകയും ഹോസ്പിറ്റലിൽ കൂടെ പോവുകയും, വായിക്കാൻ അറിയാത്തവരുണ്ട്, അതെല്ലാം വായിച്ചെടുത്ത് എല്ലാ ടെസ്റ്റുകളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. രണ്ടാമത് പിന്നെ അങ്ങനെ പോയ സമയത്ത് പിന്നെയും കാരുണ്യപ്രവൃത്തിയിൽ വേറൊരു മാറ്റം വന്നപ്പോൾ എനിക്ക് തോന്നി, ഉടമ്പടി എടുത്ത് ഒരുപാട് പേര് ഉടമ്പടി മുടക്കിയിട്ട് കാശുരൂപം പോലും എവിടാന്നറിയാതെ വീടുകളിലിരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ എല്ലാം വീടുകളിൽ പോയി അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു. ആദ്യം അവർക്ക് അവരുടെ വീട്ടിൽ വെച്ചൊരു ക്ലാസ് കൊടുത്തു. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി പുതുക്കി കാരുണ്യപ്രവൃത്തിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ പോയ മിക്ക ഭവനങ്ങളിലും 3-4 പുതുക്കിയവരുണ്ടായിരുന്നു. പക്ഷേ കാരുണ്യപ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവരെല്ലാം ഇന്ന് എൻ്റെ ഗ്രൂപ്പിനകത്തുണ്ട്. അവരാണ് മുന്നിട്ട് കാരുണ്യപ്രവൃത്തിക്ക് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങൾ 2ാമത് പ്രേക്ഷിതം ചെയ്തത്. 3ാമത്തെ ഈ പ്രേക്ഷിതമായിട്ട് ഉള്ളതായിരുന്നു ഈ ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കി അക്രൈസ്തവരെ കൂടുതൽ പേരെ ഇതിലേക്ക് കൊണ്ടുവരികയും എനിക്കറിയാവുന്ന ഞാൻ പഠിച്ച പ്രാർത്ഥനകളെല്ലാം ഞാൻ അവരെ പഠിപ്പിച്ചു. 10 പേരോളം പേരെ ജപമാല പഠിപ്പിച്ചു, എങ്ങനെ ചൊല്ലണ്ടേന്നെല്ലാം പഠിപ്പിച്ചു. കുരിശിൻ്റെ വഴി ഈ സമയത്ത് അവർക്ക് അറിയത്തില്ലായിരുന്നു, അതെല്ലാം ചെയ്തു. ഞാൻ ലാറ്റിനാണ്, ഞങ്ങളുടെ പള്ളികളിലേക്ക് അവരെ കൊണ്ടുപോയി സിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി. പിന്നെ ഞങ്ങൾ ഈ പ്രേക്ഷിതം എവിടെ ഉടമ്പടി മുടങ്ങിക്കിടക്കുന്നവരുണ്ടോ അവിടെ പോവും. പിന്നെ എന്നെ വിളിക്കും, മറ്റുള്ളവർ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറയും ഉടമ്പടി എടുക്കാൻ ഇങ്ങനൊരു കൊച്ചിനെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് എത്ര ദൂരെ ആയാലും പോകും. എൻ്റെ ഹസ്ബൻഡ് എത്ര ദൂരെ ആയാലും എന്നെ വിടും അതിന്. അവിടെ പോവും, അവരുമായിട്ട് സംസാരിക്കും. പക്ഷേ പത്രം പ്രേക്ഷിതം ചെയ്യാമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവരെ ഉടമ്പടി എടുപ്പിക്കത്തുള്ളൂ. ആദ്യ സമയത്തൊക്കെ ഞാൻ എല്ലാവരെയും ഉടമ്പടി എടുപ്പിക്കുമായിരുന്നു. ഇപ്പം പത്രം പ്രേക്ഷിതം ചെയ്യാമെങ്കിൽ മാത്രമേ ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തുള്ളൂ. അങ്ങനെ അവരുമായിട്ട് ഇവിടെ ഞാൻ തന്നെ അവർക്ക് വണ്ടിക്കൂലി കൊടുത്ത് ഞാനിവിടെ കൊണ്ടുവരും. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് പേര് സാമ്പത്തികമായിട്ട് ഈ എല്ലാ മാസവും ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്ന് മനസ്സിലാക്കി അവരുമായിട്ട് അടുത്ത് അവരെ വീട്ടിൽ പോയി ഞാൻ ഇരിക്കും. ഈ പത്രമായിട്ട് അവിടെ പോയി ഇരിക്കും. അപ്പോൾ അവർക്ക് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് പ്രേക്ഷിതം ചെയ്യാൻ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ പത്രം വാങ്ങിക്കാനോ ഇവിടെ വരാനോ ഉള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞാനും ഹസ്ബൻഡും ഇവിടെ വന്ന് ഞങ്ങൾ 2 കെട്ട് പത്രം വെച്ച് അവർക്കെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ അവർ പ്രേക്ഷിതം ചെയ്യാനായിട്ട് പോകും. എൻ്റെ നാട്ടിലിപ്പോൾ എനിക്ക് പ്രേക്ഷിതം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ അത്രയും പേരെ കൊണ്ടുവന്ന് അവരെല്ലാം പ്രേക്ഷിതം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേറുള്ള സ്ഥലങ്ങളിലേ പോകാൻ പറ്റൂ. പക്ഷേ ഞങ്ങൾ ഇന്നുവരെ എടുത്ത ഉടമ്പടിയിൽ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒന്നും പത്രം പ്രേക്ഷിതം ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലിൽ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ OP-യിൽ കസേരയിൽ പത്രം കൂട്ടി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യത്തില്ല. ഞങ്ങളെല്ലാ വീടുകളും കയറി ഇറങ്ങിയിട്ട് ആ വീട്ടിൽ ഞാൻ 10 മിനിറ്റ് ഇരിക്കും, കൃപാസനത്തെ പറ്റി സംസാരിക്കും, ഉടമ്പടി എന്താണെന്ന് സംസാരിക്കും, യൂട്യൂബിനകത്തുള്ള പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ അവരെ കേൾപ്പിക്കും. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പം അവരുടെ മനസ്സിൽ നിന്ന് വരും അവർക്ക് ഉടമ്പടി എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കൊണ്ടുപോകാൻ ആരും ഇല്ലായിരുന്നു എന്നുള്ളത്. അങ്ങനെ അവരെ ഇവിടെ കൊണ്ടുവരും. അതാണിപ്പം ഈ പ്രേക്ഷിതമാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഇനിയുള്ള ജീവിതം ഈശോയും അമ്മയും മഹത്വപ്പെടുത്താനുള്ളതായിരിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സങ്കീർത്തനം 27:8 എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. സിന്ധു നെൽസൺ എന്ന ഈ സഹോദരി മരിയൻ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിലൂടെ അനേകരെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണത്തിലേക്കും സ്നേഹത്തിലേക്കും ആനയിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത്. നാം ഓരോരുത്തരും
മാമോദീസയിലൂടെ പ്രേക്ഷിതരായി അയക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ക്രിസ്തുവിനെ അറിയിക്കുവാനും അയക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മളോട് എപ്പോഴും പറയുക, വിശ്വാസത്തിൽ ആഴപ്പെടുക, വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം കൈമാറുക. ഇത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ദൗത്യമാണ്. നമ്മൾ അതിനെയാണ് പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നതും. നാം മറ്റൊരാളോട് ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നത്, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, ഒരു ഉടമ്പടി സാക്ഷ്യം ഷെയർ ചെയ്തു കൊടുക്കുന്നത്, ഒരു ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്തു കൊടുക്കുന്നത്, അതൊക്കെയും അതുകൊണ്ട് തന്നെ പ്രേക്ഷിത പ്രവൃത്തികളാണ്. കൃപാസനത്തിലുള്ള പ്രധാനപ്പെട്ട പ്രേക്ഷിത പ്രവൃത്തിയാണ് കൃപാസനം പത്രം. അത് വിശ്വാസം കൈമാറുവാനും വിശ്വാസം ആഴപ്പെടുത്തുവാനും വേണ്ടി ദൈവാനുഭവങ്ങൾ നിറച്ചെഴുതിയിരിക്കുന്ന ആ കുറിപ്പ് മറ്റുള്ളവർക്ക് കൈമാറുക എന്നത്. ഓരോ മാസത്തെ കൃപാസനം പത്രത്തിലും 100ഓളം ക്വാളിറ്റിയുള്ള ജീവിതാനുഭവങ്ങളെ നമുക്ക് കാണാനാകും. അതോടൊപ്പം ജോസഫ് അച്ഛൻ്റെ ആ മാസം മുഴുവനും അമ്മ മാതാവും ഈശോയും അച്ഛന് നൽകിയ സന്ദേശങ്ങളുടെ സംക്ഷിപ്തം എഡിറ്റോറിയലായും നമുക്കതിൽ വായിക്കുവാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു കൃപാസനം പത്രം ദൈവത്തിൻ്റെ വചനം കൊണ്ടും ദൈവം പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ കൊണ്ടും നമ്മൾ മറ്റൊരാൾക്ക് കൈമാറുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ഒരു പുതിയ സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ, ആത്മാവിനെ നിരന്തരം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ, നിത്യതയെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ, ലോകത്തിൻ്റെ ഏതൊരു കഷ്ടകാലത്തിലും ഏതൊരു ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും ദൈവം എൻ്റെ കൂടെ നിന്ന് എനിക്ക് ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു തരും എന്ന പൂർണ്ണമായ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി ജീവിതം നയിക്കുവാൻ, വിശ്വാസത്തിൻ്റെ വിശ്വസ്തതയുള്ള ബലം നൽകുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന വലിയ പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നത്. അതുകൊണ്ട് നാം ഒരു മരിയൻ ഉടമ്പടി എടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൽ ശരണപ്പെടുന്നു, ദൈവശക്തിയിൽ വിശ്വസിക്കുന്നു, മറ്റാർക്കും നൽകുവാനാവാത്ത അനുഗ്രഹം ദൈവകൃപയാൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സഹായത്താൽ നമുക്ക് ദൈവം അനുവദിച്ചു തരികയും നാം അത് അനുഭവിക്കുകയും ചെയ്യുമെന്ന് പ്രത്യാശയുടെ ലോകത്തോട് പറയുകയാണ്. സഹോദരി സൂചിപ്പിച്ചു, അക്രൈസ്തവ സഹോദരങ്ങൾക്കിടയിൽ ശക്തമായ പ്രേക്ഷിത പ്രവർത്തനത്തിന് പരിശുദ്ധാത്മാവ് നയിക്കുകയും അനേകരെ അതിലൂടെ അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് എത്തിക്കുവാനും അവരുടെ ജീവിതങ്ങൾക്ക് വിശ്വാസം കൈമാറുവാൻ, ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം കൊടുക്കുവാൻ ഉടമ്പടിയിലൂടെ സാധിക്കുന്നുവെന്ന്. ഉടമ്പടി ജീവിതം അത് ദൈവത്തോടുള്ള വിശ്വസ്ത ബന്ധത്തിൻ്റെ ജീവിതമാണ്. ഉടമ്പടി ജീവിതം സഹോദരൻ്റെ ഇല്ലായ്മകളെ കണ്ടറിഞ്ഞുകൊണ്ട് കാരുണ്യത്തോടെ സ്നേഹത്തോടു കൂടി ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ജീവിതക്രമമാണ്. ഉടമ്പടി ജീവിതം ദൈവത്തെ അറിയിക്കുവാനും പങ്കുവയ്ക്കുവാനും നമ്മളെ നിരന്തരം പ്രചോദിപ്പിക്കുകയും ദൈവത്തിൻ്റെ പ്രേക്ഷിതരായി ലോകത്തിന് നിലനിൽക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ജീവിത ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലൂടെ നാം മുന്നേറുമ്പോൾ ദൈവത്തിന് സ്വന്തമായി തീരുന്നു, മനുഷ്യർക്ക് സഹോദരങ്ങളായിത്തീരുന്നു. നമ്മുടെ തന്നെ ആത്മാവിന് എന്നും നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ പറ്റും വിധം വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ സാക്ഷ്യാനുഭവങ്ങളാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ദൈവാനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. മാരനും പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് സിൽവിയ. ഞാൻ എറണാകുളം വൈപ്പിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വരുന്നത് 2025 ജനുവരി 26-നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നത് തന്നെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാം പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ ക്ലാസ്സിന് കയറി 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനപ്പോൾ ആദ്യത്തെ എക്സാം എഴുതി, എനിക്ക് കിട്ടിയില്ല. എക്സാം ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അപ്പോൾ മാതാവ് ഈശോ എന്തായാലും ഹെൽപ്പ് ചെയ്യും, ഞാൻ പാസ്സാവും. പക്ഷേ ആ എക്സാം ഭയങ്കര സിമ്പിളായപ്പോൾ ഞാൻ വിചാരിച്ചത് മാതാവ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞാനപ്പോൾ എന്തായാലും പാസ്സായി. പക്ഷേ ആ എക്സാം സിമ്പിളായ പോലെ തന്നെ അങ്ങനെ ഞാൻ ഫെയിലായി, എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അടുത്ത എക്സാം ട്രൈ ചെയ്ത്. പക്ഷെ അതും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്താണ് എനിക്കിങ്ങനെ എക്സാം കിട്ടാത്തത്, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച്
ഞാൻ പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്ത് എക്സാമിന് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, വേണമെങ്കിൽ ഞാൻ ഒന്ന് വർക്കിനൊക്കെ പോയിട്ട് സ്വന്തമായിട്ട് പൈസ ഏൺ ചെയ്തിട്ട് തന്നെ എക്സാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാംഗ്ലൂർ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ വർക്ക് ചെയ്ത് ആ പൈസയും കൊണ്ട് തിരിച്ചു വന്ന്. പക്ഷേ ആ ടൈമിൽ തന്നെ വേറൊരു ഫ്രണ്ട് വഴി ഞാൻ ഇങ്ങനെ അറിഞ്ഞ് നെതർലാൻഡിലേക്ക് പോവുക, ഇങ്ങനെ എക്സാം ഒന്നും വേണ്ടി വരില്ല, കൂളായിട്ട് പോകാൻ പറ്റും, നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ എനിക്ക് ജർമ്മനായിരിക്കില്ല വിധിച്ചത്, നെതർലാൻഡ് ആയിരിക്കും. അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീടിൻ്റെ പട്ടയം വെക്കണം. അപ്പോൾ ഈ ഞാൻ കൊണ്ടുവന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടയം വെക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ചിലവാക്കി. ആ ടൈമിൽ തന്നെ നെതർലാൻഡിൻ്റെ ഇത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും കുറേ തടസ്സങ്ങൾ വന്നി, എനിക്കത് കിട്ടണില്ല. അത് ഫുള്ള് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക, അതും നടക്കണില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിനി ഇതൊന്നും വിധിച്ചിട്ടില്ല, ഇനി പുറത്ത് പോകാനേ വിധിച്ചിട്ടില്ല എന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ എനിക്ക് മാതാവ് തരുമായിരിക്കും, ഈശോ എന്നെ ചിലപ്പോൾ പരീക്ഷിക്കണേക്കൊന്ന് വിചാരിച്ച് നിന്ന്. അത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഫുള്ളായിട്ട് കിട്ടണില്ല, അതങ്ങനെ പോയി. എനിക്ക് പൈസ റെഡി ആവണില്ല, പോകാനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റക്കായിട്ട് അങ്ങനെ പോയി. അപ്പം അമ്മയൊക്കെ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യ്, ജർമ്മൻ ലാംഗ്വേജ് തന്നെ നീ ഒന്നും കൂടെ ട്രൈ ചെയ്യ്, ഒരു പ്രാവശ്യം കൂടി ഒന്ന് എഴുതി നോക്ക്, അതും കൂടെ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ഈശോൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും. ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ പോലെ തന്നെ 3-ാമത്തെ എക്സാമിന് എന്നെ ഉയർത്തി നല്ല മാർക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയി. എക്സാമിന് ഞാൻ ചെന്ന് ആ ടൈമിൽ ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ലാസ്റ്റ് ആയിരുന്നു എൻ്റെ എക്സാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും കൂടെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ബർത്ത്ഡേക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമെന്നൊക്കെ. അപ്പം ഞാനും അതുപോലെ തന്നെ പറഞ്ഞു എനിക്കിങ്ങനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് പാസ്സാക്കി തരണം, പക്ഷെ അന്നൊരിക്കലും റിസൾട്ട് വരില്ല, കാരണം മിനിമം 3 ആഴ്ചയെങ്കിലും വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എക്സാം എഴുതിയെന്ന് പറയുമ്പോൾ നവംബർ ലാസ്റ്റ് ഒരു 23 എന്തോ ആണ്. അപ്പോൾ എക്സാമിൻ്റെ അന്ന് അവിടെ ചെന്നപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് മാതാവുണ്ടെന്ന്. കാരണം എക്സാമിൻ്റെ അന്ന് അമ്മ വന്നില്ല കൂടെ, അമ്മ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. 2 എക്സാമിന് അമ്മയും പപ്പയൊക്കെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയത്. അപ്പം ആ എക്സാം എനിക്ക് കിട്ടാത്ത കാരണം അമ്മ എന്ത് ചെയ്ത്, അമ്മ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടിരുന്ന് ചേച്ചി. അങ്ങനെ ഞാനും പപ്പയും കൂടിയാണ് എക്സാമിന് പോയത്. തൃച്ചിയിലായിരുന്നു. അവിടെ ചെന്ന് ഞാൻ എക്സാമിന് കയറി ആദ്യത്തെ എക്സാം കഴിഞ്ഞ് സ്പീക്കിങ്ങിന് ഹോളിലോട്ട് കയറുമ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറിൻ്റെ ഡ്രസ്സ് ഫുള്ള് ഗ്രേ കളറ്. അപ്പം ഞാൻ ഇങ്ങനെ സാക്ഷ്യത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഓരോ പിള്ളേർ പറയണതാണ് മാതാവ് ഇങ്ങനെ ഗ്രേ കളർ ഡ്രസ്സിലൊക്കെ വരും. അപ്പം സാറിന് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് മാതാവ് തന്നെയാണ്, അപ്പോൾ എനിക്ക് എന്തായാലും നന്നായിട്ട് പറയാൻ പറ്റും, ഞാൻ പാസ്സാവും എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ ഞാൻ എക്സാമിന് കയറി അവിടെ നിന്ന് സ്പീക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ഫുള്ള് സ്റ്റക്കായിട്ട് നിൽക്കണ്. നമുക്ക് ജർമ്മൻ എക്സാമിന് അറിയാൻ പറ്റും, അവർ നമ്മുടെ അടുത്ത് ജർമ്മനിൽ മാത്രമേ സംസാരിക്കുള്ളൂ. പക്ഷേ ഈ സാറ് എൻ്റെ അടുത്ത് ഫുൾ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തതിന്, പക്ഷെ എന്നിട്ട് എനിക്ക് ജർമ്മനിൽ തിരിച്ച് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 2 എക്സാം ഞാൻ നന്നായിട്ട് സംസാരിച്ചെങ്കിൽ ഈ എക്സാം ഞാൻ ഒന്നും മിണ്ടല്ല, ഫുള്ള് സ്റ്റക്കായിട്ട് തന്നെ നിൽക്കണേണ്. പക്ഷേ ഈ സാറ് ഭയങ്കര സപ്പോർട്ടായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്തതിന്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല, കാരണം അങ്ങനെ എക്സാമിന് ഒരു സാറ് നമുക്ക് ചെയ്തു തരില്ല. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി, ഞാൻ ഒന്നും മിണ്ടാണ്ട് ഇറങ്ങിപ്പോന്നാ. അവർ ഹെൽപ്പ് ചെയ്തെങ്കിലും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അതിന് ഞാൻ ഇറങ്ങിപ്പോന്നപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതെന്താ നിൻ്റെ അടുത്ത് മാത്രം അവരങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെന്നാൽ ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ, നിനക്ക് കുറേ സമയവും അവർ തന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് മാതാവിൻ്റെയും ഈശോയുടെയും ഇതാണ്, ഇനി ഞാൻ പാസ്സായാൽ തന്നെ അത് ഈശോയും മാതാവും തന്ന മാർക്ക് തന്നെ ആയിരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതും കഴിഞ്ഞ് ഞാനുപ്പ് അവിടെ ആ സെൻറ്ററിൽ ഇട്ടിട്ടാണ് പോകുന്നത്. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഇനി ഈ എക്സാം എഴുതാനായിട്ട് എനിക്കൊരിട വരുത്തരുത്, ഈ എക്സാം കൂടെ പാസ്സായില്ലെങ്കിൽ ഞാനിതിവിടെ വെച്ച് നിർത്തും, ആ ഒരു രീതിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മേ സാറ് ഇങ്ങനെ ഗ്രേ കളറുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു, മാതാവ് തന്നെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നേച്ചത് മാതാവേ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, അപ്പം മാതാവ് സഞ്ചാരി മാതാവല്ല, അപ്പം എൻ്റെ മോളുടെ അടുത്തോട്ട് ചെല്ലണം, അവൾ വരുമ്പോൾ എനിക്കൊരു അടയാളം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ഞാൻ അടയാളം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നിൻ്റെ അടുത്തോട്ട് മാതാവ് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ റിസൾട്ട് വരട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് നോക്കാം, പാസ്സായാൽ ഓക്കെ, മാതാവും ഈശോയും ഞാനിത് പോകാൻ വിധിച്ചിട്ടുണ്ടെന്നുണ്ട് ഒരിതായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ബർത്ത്ഡേ ദിവസമായി. അപ്പോൾ ബർത്ത്ഡേക്ക് റിസൾട്ട് വരാൻ ഒരു ചാൻസും ഇല്ല, അവർ പറഞ്ഞത് 3 ആഴ്ചയാണ്, ആകെ 10 ദിവസമായിട്ടുണ്ടാവുള്ളൂ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ. അന്ന് ഞാൻ രാവിലെ പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകുന്ന എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ പുറത്തുപോയി. ഞാൻ പുറത്ത് പോയി വൈകിട്ട് എൻ്റെ ഫോണിലോട്ട് വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എനിക്ക് സർട്ടിഫിക്കറ്റാണ് വന്നത്. അതായത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ റിസൾട്ട് വരും, വൈകിട്ട് സർട്ടിഫിക്കറ്റ് വരും, അങ്ങനെയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത് തന്നെ എനിക്ക്
എൻ്റെ സർട്ടിഫിക്കറ്റ്, ഞാൻ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പം ഞാൻ നോക്കിയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു, അതിന് ഞാൻ റിസൾട്ട് നോക്കിയിട്ടില്ലല്ലോ, ഇതെന്താ എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വരുന്ന റിസൾട്ട് നോക്കിയപ്പോഴേക്കും ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് തന്നെയാണ് അവിടെ നേരിട്ട് വന്ന് എന്നെ സഹായിച്ചിരുന്നു ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് എല്ലാം പെട്ടെന്നായിരുന്നു. 1 വർഷം എനിക്ക് എക്സാം പാസ്സാവാൻ ടൈം എടുത്തെങ്കിലും പിന്നെ എനിക്ക് 3 ദിവസം കൊണ്ട് തന്നെ VFSന് ഡേറ്റ് കിട്ടി ജനുവരിയിലോട്ട്. അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ വിസ വന്ന്. പക്ഷേ വിസ വന്ന് ഞാൻ മാർച്ച് 1 കയറാൻ നിന്നപ്പോഴാണ് വാറിൻ്റെ ഇഷ്യൂസൊക്കെ നടന്നേച്ചത്. അതാണ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. ഞാൻ നോക്കുമ്പോൾ എല്ലാം 1,20,000 1,50,000 അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ 14-ാം തീയതിയിലോട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് നോക്കുമ്പോൾ എല്ലാം നല്ല ഹൈ ആയിരുന്നു. 3 ലക്ഷം വരെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണമായിരുന്നു. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണ ടൈമിൽ ഒരെണ്ണത്തിൽ എൻ്റെ കൈ കൊണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് 48,000 ഒരു ടിക്കറ്റ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് നോക്കി അത് തന്നെയാണോ, ഇനി വേറെ വല്ലതും ഇതായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അത് മാത്രം 48,000 കിടക്കണം. ഞാനത് ബുക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ റേറ്റ് അങ്ങനെ വേറെ, അതെന്തോ 90,000 1,00,000 അടുക്കേ കിടക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇത് എനിക്ക് തന്നെ തന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് ബുക്ക് ചെയ്തായിരുന്നു. അതിന് മുന്നേ ഞാൻ ദോഹ വഴി പോകാനുള്ളതാണ് നോക്കിയത്. ദുബായിൽ ഈ സംഭവം നടക്കണ കാരണം കണക്റ്റഡ് ഫ്ലൈറ്റ്. പക്ഷേ ദോഹ ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ എറന്ന് പറഞ്ഞാൽ കാണിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം എനിക്കത് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരാൻ നിന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞാൽ അവർ ദോഹ വഴി ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലായി, അവർക്ക് ഇനിയിപ്പോൾ റീഷെഡ്യൂളാണ് ചെയ്തേക്കണം, നിൻ്റെ ക്യാൻസലായോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇതുവരെ എനിക്ക് ക്യാൻസലായെന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പിന്നെയും ഉറപ്പായി മാതാവ് ഈശോ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചത് പോലും എനിക്ക് നടത്തി തന്ന്. അപ്പം എനിക്ക് ജർമ്മൻ തന്നെയാണ് വിധിച്ചതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ നാളെ പോണേണ്, നാളെ രാത്രിയാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ വലുതായിട്ട് അങ്ങനെ പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു. ഞായറാഴ്ച ദിവസം പോവും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഡെയിലി പള്ളിയിൽ പോവും, ആഴ്ചയിൽ കുമ്പസാരിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടാണെങ്കിലും പത്രമൊക്കെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തും അതേപോലെ കുറച്ച് ലോങ്ങൊക്കെ ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ആഴ്ചയിൽ 10 പൊതിച്ചോറ് വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഞാനപ്പം ഇനി ജർമ്മനി പോയാലും ഉടമ്പടി ജീവിതത്തിൽ തന്നെ മുമ്പോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈശോയും മാതാവ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരിക്കലും ആ ജീവിതം വിട്ട് ഇനി മുമ്പോട്ട് പോകില്ല എന്ന് തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പോകണം. തന്ന എല്ലാ അനുഗ്രഹത്തിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് സുജി. ഞാനും മോളും ഒന്നിച്ചാണ് ഉടമ്പടി എടുത്തത്. അത് എൻ്റെ മോളിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും നിയോഗം വെച്ചത്. എൻ്റെ മോള് 2 പ്രാവശ്യം പോയപ്പോൾ ഞാൻ കൂടുതൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ തോറ്റുപോയി. 3ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ ഞാനിവിടെ വന്നിരുന്ന് ഈ മുമ്പിലാണ് ഞാൻ വന്നിരുന്നത്. ഞാൻ മാതാവിനോട് ഒരു കാര്യം പറഞ്ഞത്, മാതാവ് 2 പ്രാവശ്യം ഞാൻ പോയപ്പോൾ എൻ്റെ മോള് തോറ്റുപോയി, ഈ പ്രാവശ്യം അമ്മ തന്നെ എൻ്റെ മോക്കടെ കൂടത്തിൽ പോയി അവൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത പരീക്ഷാ സെൻറ്ററിൽ നിന്ന് അമ്മ ഇവിടെ വന്ന് ഈ അൾത്താരയിൽ കയറി അമ്മ നിന്നിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പച്ചവെള്ളം കുടിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് ഞാനിരുന്നത്. ഞാൻ വെളുപ്പിന് 4:30 ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോന്നു. 7:30 മണിക്ക് ഞാനിവിടെ വന്നിരുന്ന് അമ്മോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് പകരം അമ്മ പോകണം, അമ്മ പോയാൽ മാത്രമേ എൻ്റെ മോള് അവിടെ പാസ്സാകുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മോക്ക് പരീക്ഷയ്ക്ക് ഒരു 5 ദിവസം മുമ്പാണ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നത്. ഇവിടെ വന്ന് ഇത് പ്രദക്ഷിണത്തിന് ഇത് എടുക്കുന്ന സമയത്ത് മാതാവിനോട് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അമ്മേനെ എൻ്റെ മോള് പാസ്സാകുവാണെങ്കിൽ അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തരണം, എൻ്റെ കയ്യിൽ അമ്മേനെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ്. അങ്ങനെ തന്നെ എനിക്ക് മാതാവിനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചായിരുന്നു എൻ്റെ മോൾ ഈ പ്രാവശ്യം പാസ്സാകും, എൻ്റെ അമ്മ തന്നെ എൻ്റെ മോളെ പാസ്സാക്കുമെന്ന്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് BP ഉണ്ടായിരുന്നു. ഒരു 3 മാസമായിട്ട് ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മോള് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ BP-യുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഉപ്പിട്ട് ഞാൻ വെള്ളം കുടിക്കും, ഉടമ്പടി തൈലം പുരട്ടും, അമ്മോട് ഞാൻ പറയുമായിരുന്നു എൻ്റെ BP മാറ്റിത്തന്നെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച്. പിന്നെ സാക്ഷ്യം കേൾക്കുമ്പോൾ എല്ലാവരും പറയും ഉപ്പിട്ട് കുടിച്ച് ഗുളിക നിർത്തി, ഗുളിക കഴിച്ചുകൊണ്ടിരുന്നവർ മരുന്ന് നിർത്തിയിട്ട് മാറിയെന്നും പറഞ്ഞ്. അപ്പം ഞാനും അതുപോലെ തന്നെ മാറൂലോ എന്ന് ഓർത്തുകൊണ്ട് ഉപ്പിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ എൻ്റെ മോളുണ്ട് പോലെ അമ്മ ഉടമ്പടി എടുത്തതല്ലേ, അപ്പോൾ അമ്മ ഒന്ന് ആ ഗുളിക നിർത്തിയിട്ട് അമ്മ നേർച്ച വസ്തുക്കൾ കഴിച്ചു നോക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഉള്ളിലൊരു ഭയമായിരുന്നു, മനുഷ്യനല്ലേ, അപ്പോൾ ഒരു പേടി തട്ടിയതിനോട് പിന്നെ ഞാൻ ഗുളിക എടുത്തിട്ട്
മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. 2 ഫോട്ടോയുണ്ട്. അതിൽ ഞാൻ അമ്മയുടെ ഫോട്ടോയിൽ ആ ഗുളിക കൊണ്ടുപോയി മുട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എല്ലാവർക്കും അസുഖങ്ങൾ മാറ്റി കൊടുക്കുമല്ലേ മരുന്ന് കഴിക്കാണ്ട് തന്നെ. സാക്ഷ്യങ്ങൾ ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതുപോലെ ഞാനും ഈ ഗുളിക ഇന്ന് ഞാൻ നിർത്തുവാണ്. ഇന്ന് ഞാൻ രാത്രിക്ക് ഞാൻ ഈ ഗുളിക കഴിക്കില്ല. ഇനി എനിക്ക് എന്തെങ്കിലും വന്നാൽ അമ്മ തന്നെ അതിനാണ് ഉത്തരവാദി എന്നും പറഞ്ഞ് അന്ന് ആ ഗുളിക നിർത്തിയാൻ. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഗുളിക കഴിച്ചിട്ട് ഞാൻ 10 ദിവസം കൂടുമ്പോൾ ചെന്ന് BP ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അന്നേരം എനിക്ക് 130, 135 ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഗുളിക നിർത്തിയിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് 180 ആയിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഗുളിക കഴിച്ചില്ല. ഉള്ളിൽ പേടിയുണ്ട്, പക്ഷെ ഗുളിക കഴിച്ചില്ല. പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ 160, പിന്നെ നോക്കിയപ്പോൾ 130. അങ്ങനെ ഞാനിപ്പോൾ 10 മാസമായിട്ട് ഞാൻ ആ ഗുളിക കഴിച്ചിട്ടില്ല. ഇപ്പം 2 ആഴ്ച മുമ്പ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് 128, അതിന് മുമ്പ് 116. ഇന്ന് വരെ എനിക്ക് 130 ഈ അടുത്തിടെയായിട്ട് എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഗുളിക നിർത്തി ഒരു 10 മാസത്തോളമായി. പിന്നെ നേർച്ച വസ്തുക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നും രാത്രി ഞങ്ങൾ പ്രദക്ഷിണകരണം പ്രാർത്ഥന കഴിയുമ്പോൾ ഉപ്പിട്ട് വെള്ളം കൊടുക്കും. ഉടമ്പടി തൈലം ഞാൻ എൻ്റെ മക്കളുടെ നെറ്റത്തും ഭർത്താവിൻ്റെ നെറ്റത്തും ഒക്കെ തേക്കും. എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഭയങ്കര വിശ്വാസമാണ്. എന്ത് വന്നാലും എന്നോട് ചോദിക്കും, ഉപ്പിട്ട് വെള്ളം എന്താ, ഉടമ്പടി തൈലം പുരട്ടിത്താന്ന്. അതുപോലെ തന്നെ മാറുകയും ചെയ്യും. പിന്നെ ഞങ്ങൾ പള്ളിയിലൊന്നും ഞങ്ങൾ പോകില്ലായിരുന്നു. ഞാനൊരു യാക്കോവിറ്റ ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ പോക്കോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഡെയിലി പള്ളിയിൽ പോകും. അഥവാ പള്ളിയിൽ പോയാൽ തന്നെ ഞങ്ങൾ പുറത്ത് ആ വട്ടക്കല്ലിലൊക്കെ ഇരിക്കുമായിരുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിനകത്ത് തന്നെ നിൽക്കും. ഒരു ദിവസം പോലും ഞാൻ അഥവാ മുടക്കിയാൽ തന്നെ എൻ്റെ മോക്കടെ എക്സാമിൻ്റെ സമയത്തും അങ്ങനെയൊക്കെ മുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം എൻ്റെ ഭർത്താവാണെങ്കിലും മോനാണെങ്കിലും പള്ളിയിൽ വരെയും കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ഞങ്ങൾ 4 പേരുമായിട്ട് പോകും. അങ്ങനെ ആത്മീയമായിട്ട് എൻ്റെ കുടുംബത്തിലെല്ലാവരും വളർന്നു. പിന്നെ ഞാൻ ബൈബിൾ വായിക്കും അരമണിക്കൂർ. പിന്നെ ആഴ്ചയിൽ 10 പൊതി വെച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഒരു ചേട്ടൻ വരുമ്പോൾ ഒരു വഴിയരികി നടക്കണവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ ഞങ്ങൾ 10 പൊതി വെച്ച് എല്ലാ ആഴ്ചയിലും കൊടുക്കും. പിന്നെ ഏത് നേരം നേർച്ച വസ്തുക്കൾ ഞാൻ കൊടുക്കുമെന്ന് പറയല്ലോ. ഇവിടുന്ന് ഉടമ്പടി എടുക്കണേന് ഒരാഴ്ച മുമ്പ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് മോളെ കൊണ്ടുപോയി ചേർത്തത് അങ്ങനെയായിരുന്നു. വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ അനുവാദം മേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോയി ചേർത്തത് ജർമ്മൻ ഭാഷ പഠിക്കാൻ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉപ്പും മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഉപ്പും ഒരു പ്രാർത്ഥന പുസ്തകവും ഞാൻ കൊണ്ടുപോയായിരുന്നു. ആ ഉപ്പിട്ട് എൻ്റെ ഭർത്താവിന് അലർജി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ആ ഉപ്പിട്ട് വെള്ളത്തിൽ കലർത്ത് കുളിക്കാൻ കൊടുത്തു. കുളിക്കണ വെള്ളത്തിനകത്ത് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ഇട്ട് കൊടുത്ത്. അത് പിറ്റേ ദിവസം ഞാൻ അന്ന് കൈമുട്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെ ചെലവും ചോര ഇങ്ങനെ വന്നിരുന്ന കയ്യിൽ, പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ ഉപ്പിട്ട് വെള്ളത്തിനകത്തിട്ട് കുളിച്ചിട്ട് നോക്കുമ്പോൾ ഒരു പാട് പോലെ വന്നിട്ടുള്ളൂ. അതിനുശേഷം ഇങ്ങനെ അധികം വന്നിട്ടില്ല. പിന്നെ അങ്ങനെ എൻ്റെ ഭർത്താവിന് ഭയങ്കര വിശ്വാസമാണ്. എന്ത് വന്നാലും പറയും എനിക്ക് ആ ഉപ്പിട്ട് വെള്ളം എന്താ അല്ലെങ്കിൽ ഉടമ്പടി തൈലം പുരട്ടിത്താന്ന് പറയും. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഞങ്ങളിപ്പം മരുന്നിനൊന്നും പോകാറില്ല. അതുപോലെ എൻ്റെ മോൻ പള്ളിയിൽ പോകും, ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകും. അങ്ങനെയൊക്കെ ചെയ്യണം. ഇനിയുള്ള കാലം ഞാൻ എൻ്റെ മാതാവിനോടും ഈശോയോടും കൂടിയായിരിക്കും ജീവിക്കണത്. ഇതുവരെ ഞങ്ങൾ പള്ളിയിൽ പോകും എടുക്കുകയും ചെയ്യില്ലാത്ത. എനിക്കിപ്പോൾ ഒരു ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ എന്തോ പോലെയാണ് തോന്നുന്നത്. ഇത്രയും അനുഗ്രഹം ചെയ്യുന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. സിൽവിയ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. സിൽവിയയ്ക്ക് ഉടമ്പടി എടുത്തപ്പോഴുണ്ടായ ജീവിതത്തിലെ വലിയ വ്യത്യാസങ്ങളെക്കുറിച്ച് സിൽവിയ പറയുന്നുണ്ടായിരുന്നു. സിൽവിയയുടെ അമ്മയുടെ വാക്കുകളിൽ നമ്മൾ തമാശയ്ക്ക് പറയുന്ന പോലെ ഔട്ട്സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസ് ആയിരുന്നു അവർ. കാരണം കുർബാനയ്ക്ക് പോകുമ്പോൾ പുറത്ത് തൽക്കാലം ഇരുന്ന് എങ്ങനെയെങ്കിലും ഒരു സൺഡേ കുർബാന തട്ടിക്കൂട്ടി നീങ്ങിയിരുന്നൊരു കുടുംബമായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ കുടുംബം ഇന്ന് വളരെയധികം ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമായി മാറിയിരിക്കുകയാണ്. സിൽവിയ തൻ്റെ പരീക്ഷണകാലവും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈശോ കയ്യിലെടുത്ത് വളർത്തിയ ഒരു വലിയ അത്ഭുത സാക്ഷി നമ്മോട് ഏറ്റുപറയുകയായിരുന്നു. മകൾക്ക് ഈശോയുടെ ഉയർപ്പായിരുന്നു ഒരടയാളമായി ചോദിച്ച്, ഞാൻ 3-ാമത്തെ തവണ എഴുതുന്ന പരീക്ഷയാണ്,
നീ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു പോലെ തന്നെ എനിക്ക് 3-ാമത്തെ പരീക്ഷ എൻ്റെ ഒരു ഉയർപ്പ് തന്നെ ആയിരിക്കണം എന്നുള്ളൊരു അടയാളത്തോടു കൂടി മോളിവിടെ പോയി പരീക്ഷ എഴുതുമ്പോൾ സിൽവയുടെ അമ്മയും ഇവിടെ വന്ന് ഉപവസിച്ച് ദിവസം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയെ കയ്യിലെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ വലിയ ഒരു അത്ഭുതമാണ് അവരുടെ ജീവിതത്തിലുണ്ടായത്. മകൾക്ക് എക്സാം പാസ്സാകുവാനും പരിശുദ്ധ അമ്മയുടെ ആ ഒരു സാമീപ്യം, ആഷ് കളർ ഡ്രസ്സ്, ഗ്രേ കളറിലുള്ള ഡ്രസ്സിട്ട ഒരു ടീച്ചർ തന്നെ ഈ മകളുടെ അടുത്ത് വന്ന് ജർമ്മൻ ഭാഷ പറയുന്നതിന് പകരം ഇനി പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ ആൻസർ കിട്ടാതിരിക്കുമോ എന്നുള്ളൊരു സംശയത്തിൽ അദ്ദേഹം തന്നെ മകളോട് ഇംഗ്ലീഷിൽ സംസാരിച്ച് ആകെ വിസ്മയിപ്പിച്ച ഒരു സാക്ഷ്യമാണ് ഈ മകളോട് ഏറ്റുപറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ നാം ഒരിക്കൽ ഈശോയോട് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ നിന്നോട് കൂടി ആയിരിക്കും എന്നൊരു ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയുള്ള ഗ്രീൻ സിഗ്നൽ ഇട്ടുകൊണ്ട് ഈശോയ്ക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നത് പോലെ ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. പിന്നെ ഇതൊന്നും നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമ്മുടെ തന്നെ എല്ലാ കാര്യങ്ങളും ജോഷയോട് പറഞ്ഞ പോലെ ശക്തനും ധീരനുമായി ഇരിക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ല. അതൊരു കൽപ്പനയാണ്. നമുക്കൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നാം ഉടമ്പടിയിലാണ്. ഉടമ്പടി എന്നുള്ളതൊരു ഉറപ്പാണ്. തികച്ചും സിൽവിയയുടെ ഈ സാക്ഷ്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം ജർമ്മൻ ലാംഗ്വേജിന് പോയി അത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് കൊടുത്തിട്ട് പോലും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇന്ന് മകളുടെ പാസ്സായി നാളെ ജർമ്മനിയിലേക്ക് പോകാനുള്ള വലിയൊരു തീരുമാനവുമായി ഫ്ലൈറ്റ് ടിക്കറ്റുമായി ഇവിടെ വന്ന് നിൽക്കുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഈശോയുടെ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചും ചെങ്കടൽ പകുത്തു നൽകിയവൻ എപ്പോഴും നമുക്ക് വേണ്ടി ഒരു വഴിയൊരുക്കുന്നവനാണ്. വഴിയും സത്യവും ജീവനുമായ ഈശോയും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തോടൊപ്പം ചേരുകയും ചെയ്താൽ, അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം നമ്മോട് കൂട്ടിച്ചേർക്കപ്പെടും. സിൽവിയയ്ക്കും കുടുംബത്തിനും അപ്പച്ചനും അമ്മയ്ക്കുമെല്ലാം ലഭിച്ച എല്ലാ സൗഖ്യത്തിനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് റോണ മേരി മാത്യു. ഞാൻ എടത്വായിന്ന് വരുന്നു. ഇന്ന് ഇവിടെ ആയിരിക്കാൻ അമ്മ നൽകിയ ഒരു വലിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം പറയുന്നു. കാരണം ഞാൻ കുറേ നാളായി അമ്മയോട് ചോദിക്കുന്നു, അമ്മേ എനിക്കും എന്നാണ് സാക്ഷ്യം പറയാനായിട്ടൊരു അവസരം എനിക്ക് നീ ഒരുക്കി തരുന്നതെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അമ്മ ഓരോരോ ചെറിയ അനുഗ്രഹങ്ങൾ തരുമ്പോഴും അമ്മയോട് ഞാൻ പറയും, അമ്മേ എനിക്ക് ഒരു സമയം തരണേ സാക്ഷ്യം പറയാൻ. അത് ഇന്ന് അമ്മ എനിക്ക് ഒരുക്കി തന്നതിനെ ഓർത്ത് നന്ദിയോടെ ഞാൻ അതിലും ഏറെ സന്തോഷത്തോടു കൂടി നന്ദി പറയുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് അമ്മ നൽകിയത്. അതിനെപ്പറ്റി സാക്ഷ്യം പറയാനാണ് ഞാൻ ഈശോ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇന്ന് ഞാൻ ആദ്യം പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ ഒരു രോഗസൗഖ്യമാണ്. 12 വർഷമായി ഞാൻ അതേ രോഗം കൊണ്ട് കഷ്ടപ്പെടുമായിരുന്നു. എനിക്ക് 7-ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. പീരിയഡ്സിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞാൽ 1 മാസം തുടങ്ങിക്കഴിഞ്ഞാൽ അത് 20 ദിവസം പോവും. അത് എനിക്ക് കൈ നിൽക്കത്തു കൂടിയില്ല. ഞാൻ മാറിയ ഓരോ ദിവസവും മാറുമ്പോഴും അമ്മയോട് ഞാൻ ചോദിക്കും, ഈശോയോട് ഞാൻ ചോദിക്കും, ഈശോയെ എല്ലാവർക്കും നീ സൗഖ്യം കൊടുക്കുന്നു, എനിക്ക് മാത്രം എന്താ നീ സൗഖ്യം തരാത്തതെന്ന്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 8/3/2025 ഈ അസുഖം കാരണം ഞാൻ കുറേ നാളായിട്ട് ഞാൻ വലയുമായിരുന്നു. അമ്മയോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പറയും, അമ്മേ അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു, എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ ഇന്നും പറയും, പ്രാർത്ഥിക്കും, എനിക്കും നീ രക്തസ്രാവസ്ത്രീക്ക് നീ സൗഖ്യം കൊടുത്തിരിക്കുന്നു, എനിക്ക് മാത്രം എന്തേ നീ സൗഖ്യം തരാത്തതെന്ന് ഞാൻ ഈശോയോട് ചോദിക്കുമായിരുന്നു. എന്നും കരഞ്ഞും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ BSc നഴ്സിംഗ് പഠിച്ച് 4th ഇയറിൻ്റെ എക്സാമിന് വേണ്ടി സ്റ്റഡി ലീവ് തന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു. എക്സാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം വീട്ടിൽ കുറച്ച് തിരക്കും കാര്യങ്ങളുമായി. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നില്ലാതെ വീണ്ടും ബ്ലീഡിങ് സ്റ്റാർട്ടായി. നിൽക്കുന്നില്ല. ഞാൻ ബ്ലീഡിങ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ വെളുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒട്ടും വയ്യാണ്ടായി. എൻ്റെ അമ്മ എൻ്റെ പുറകെ നടന്ന് പറയും, എടാ നമുക്ക് ആശുപത്രി പോടാം, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് ആശുപത്രി വേഗം പോയേക്കാം, ഇനി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാം. ഞാൻ തീരെ അവശതയായെന്ന് കണ്ടപ്പോൾ ഞാനും പറഞ്ഞു, അമ്മ എന്നാൽ ആശുപത്രി പോകാമെന്നും പറഞ്ഞു ആദ്യം TMM ഹോസ്പിറ്റൽ, തിരുവല്ലയിലുള്ള TMM ഹോസ്പിറ്റലിൽ പോയി. അവിടെ എമർജൻസി കയറി. അവരെനിക്ക് കുറച്ച് മരുന്ന് തന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ഞാൻ വേഗം വീട്ടിലേക്ക് പോയി.
2 ദിവസം കഴിഞ്ഞ് എനിക്കൊരു ട്രിവാൻഡ്രത്ത് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് ഞാൻ ട്രിവാൻഡ്രം പോയി തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഇതേ പ്രശ്നം സ്റ്റാർട്ടായി. എനിക്ക് കയ്യിൽ നിൽക്കുന്നില്ല, വീണ്ടും അവശതയായി. അപ്പം ഞാൻ വേഗം വീണ്ടും എമർജൻസിയിൽ അതേ ഹോസ്പിറ്റലിൽ പോയി. എമർജൻസി പോയി അഡ്മിറ്റായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എന്നെ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഒരു സിസ്റ്റ് അകത്തുണ്ട്, അത് വളർന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ബ്ലഡ് കൗണ്ട് അന്നേരം ഇപ്പോൾ 6 എനിക്കിനി ഒരു രക്ഷയില്ല. അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ആവാം, ഇനി അഡ്മിറ്റായി നമുക്ക് കുറച്ച് ഫെറസ് ഫ്യൂമറേറ്റ് ഒക്കെ നമുക്ക് കുറച്ച് മരുന്നൊക്കെ കയറ്റാം, എന്നാലേ ഇനി ശരിയാവത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഞാൻ എന്നാൽ അഡ്മിറ്റ് ആവുമെന്നും പറഞ്ഞ് ഞങ്ങൾ ഓൾറെഡി അഡ്മിറ്റ് ആവുമെന്നുള്ളൊരു ഒരു ചെറിയ ധാരണയുള്ളതുകൊണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് നേരത്തെ അവിടെ ചെന്നു. അവിടെ ചെന്ന് അഡ്മിറ്റായി. അവർ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇത് സർജറി ചെയ്ത് കളയാനായിട്ട് വല്ലതും പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കത് പറ്റത്തില്ല, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. ഡോക്ടറിന് ഞങ്ങൾ അഡ്മിറ്റായ സമയത്ത് തന്നെ ആദ്യമേ ചെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ CMCയിലാണ് പഠിക്കുന്നത്, CMC വെല്ലൂരിലാണ് പഠിച്ചു കഴിഞ്ഞ് ഇപ്പം ഞാൻ അങ്ങോട്ടാണ് ജോലിക്ക് കയറുന്നതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഈ സർജറിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഡോക്ടർ പറയുന്നത് നീ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ CMC തന്നെ പോയി നോക്ക്, അവരെന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം, എന്തായാലും ഞങ്ങൾ ഇവിടെ സർജറി ചെയ്യില്ല എന്നും പറഞ്ഞ് അവർ കൈ ഒഴിഞ്ഞു. അപ്പോൾ എനിക്ക് അധികം വിഷമമായി. ഞാനപ്പം ഞാൻ അന്നേരം ഉടമ്പടി ആയിരിക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നു. എനിക്ക് അറിയായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മ എനിക്ക് കാണിച്ചു തരും എന്താ കാര്യം എന്നുള്ളത്, അമ്മ എനിക്ക് വേഗം കാണിച്ചു തരുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വേഗം സാധിക്കുകയും ചെയ്തു. അതെന്താണെന്ന് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ CMC അവിടെ ജോലി തുടങ്ങി. ഞാൻ ജോലിക്കായി പോയി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് അവിടെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ അൾട്രാസൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു എടാ നമുക്കിത് വെച്ചോണ്ടിരിക്കേണ്ട നമുക്കിത് വേഗം സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേ ദിവസം ഞാൻ രാവിലെ സർജറി ചെയ്ത് ഡോക്ടർ പറയുന്നതിന് മുന്നേ രാവിലെ ഞാൻ എഴുന്നേറ്റു. ഞാൻ എഴുന്നേൽക്കുമ്പോൾ പോലും ഞാൻ ഫോൺ നോക്കത്തില്ല. ആദ്യമേ ഞാൻ കണ്ണടച്ച് കർത്താവിനോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഞാൻ എന്നും തുടങ്ങത്തുള്ളൂ. അതെനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷവും പോസിറ്റീവ് എനർജിയും തരുന്നൊരു കാര്യമാണ്. ഞാനപ്പോൾ ദൈവത്തോട് ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ ഇന്ന് പോവാ ഹോസ്പിറ്റലിലോട്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, സർജറി ആണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഈശോയെ നീ തന്നെ കാണിച്ചു തരിക എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോയത്. അപ്പം ഞാൻ അന്ന് ബൈബിള് വായിക്കാൻ ഞാൻ എന്നും രാവിലെ ഹോസ്പിറ്റലാണെങ്കിലും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുകയും ഡെയിലി ബ്രെഡ് ആരാധന കൂടി ബൈബിള് വായിച്ചിട്ട് ഇറങ്ങിപ്പോന്നെ. അന്നേ ദിവസം ഞാൻ ബൈബിള് വായിച്ചില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ആരോ വന്ന് പറഞ്ഞു എടാ നീ ഇന്ന് ബൈബിള് വായിച്ചോ, വേഗം പോയി ബൈബിള് വായിക്കുമെന്ന് പറഞ്ഞു. ഞാൻ തുറന്നപ്പോൾ തന്നെ എന്നോട് ഈശോ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, നീ ഭയപ്പെടേണ്ട, നിന്നോട് കൂടെ ഞാനുണ്ടെന്നുള്ളൊരു വാക്യം. ഞാൻ അത് കഴിഞ്ഞ് വേഗം ബൈബിൾ അടച്ചു, ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ പോവാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കൂടെ വന്നേക്കണേന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മുറി പൂട്ടി ഇറങ്ങിയപ്പോഴേക്കും എന്നോട് വീണ്ടും ഒരു സ്വരം മനസ്സിൽ പറഞ്ഞു, എടാ ഇത് ഒരു സർജറിയിൽ അവസാനിക്കാൻ പോകുന്നത്, നീ പേടിക്കണ്ട, നിന്നോട് ഞാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു കാര്യം ആരോ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ തോന്നി. ഞാൻ വേഗം ചെന്ന് ഞാൻ ആശുപത്രിക്ക് പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇനി നമുക്കിത് വെച്ചോണ്ടിരിക്കേണ്ട, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സർജറി ചെയ്ത് കളയേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. ഇനി ഇത് വളർന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ശരി നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. സർജറിയുടെ ഡേറ്റായി. സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോഴും അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം എനിക്ക് ഒരു പേടി പോലും തോന്നിയില്ല. അതെന്താണെന്ന് ഇപ്പോൾ ചോദിച്ചാൽ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഉള്ളിൽ, എൻ്റെ ഈശോ എൻ്റെ കൂടെ സർജറിയുടെ കൂടെ ഞാൻ പോകുമ്പോൾ കർത്താവും ഇങ്ങ് പോന്നേക്കും, എനിക്കതുകൊണ്ട് ഒന്നും പേടിക്കാനില്ലെന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ സർജറി അനസ്തീഷ്യ തന്നപ്പോഴും ഞാൻ ഒരു സൈഡിലേക്ക് നോക്കിയിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ അവിടെ നിന്നേക്ക്, എനിക്ക് ധൈര്യമാണ്, നീ അവിടെ നിന്ന് പോയേക്കല്ലേ എന്ന് ഞാൻ കർത്താവിനോട് കണ്ണടയ്ക്കുന്നതിന് മുന്നേ, അനസ്തീഷ്യ തന്ന് കണ്ണടയ്ക്കുന്നതിന് മുന്നേ പറഞ്ഞു. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞു, തിരിച്ചെത്തി, എല്ലാം കഴിഞ്ഞു. ആദ്യത്തെ 2 മാസം ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെയും ഇതേ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തു. ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളും ഒക്കെ ആയി. വീണ്ടും അവർ തന്ന മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, മരുന്ന് തന്നിട്ട് നിൽക്കുന്നില്ല. അവസാനം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇത് മരുന്ന് കൊണ്ട് ഇനി നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയാം അല്ലെങ്കിലും നീ എൻ്റെ കൂടെയുണ്ട്, എനിക്കൊന്നും പേടിക്കാനില്ല എന്നുള്ളൊരു ധൈര്യം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ എല്ലാം ചെക്കപ്പും എല്ലാം കഴിഞ്ഞു. ഡോക്ടർ ലാസ്റ്റ് അൾട്രാസൗണ്ട് കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട്, ഞാൻ അന്നേരം ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നൊരു ലീവിന് വന്ന സമയമായിരുന്നു. ലീവിന് വന്നു. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് ജോസഫ് അച്ഛനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. നമുക്ക് പറ്റുമോയെന്നറിയില്ല, എന്നാലും ഈശോ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ നിന്നെ വരുത്തിയതാണെങ്കിൽ ഉറപ്പായിട്ട് നീ ജോസഫ് അച്ഛനെ കണ്ടിട്ടേ ഇവിടുന്ന് ഭവനത്തിൽ നിന്ന് നീ വീട്ടിലോട്ട് ജോലിക്കായിട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ വിഷയം ഞാൻ ആ ഓഫീസിൽ ചെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഫയലുകൾ പോലും നോക്കിയില്ല. എന്നോട് പറഞ്ഞു, ഇന്ന് ജോസഫ് അച്ഛനെ പോയി കണ്ടോയെന്ന് പറഞ്ഞ് എനിക്കൊരു പേപ്പർ തന്നു. ഞാൻ വേഗം ഇങ്ങോട്ട് വന്നു. എല്ലാവരും മാറി. അപ്പം എല്ലാവരും പറഞ്ഞു, രോഗസൗഖ്യത്തിനല്ലേ ഇവിടെ നിന്നോന്ന് പറഞ്ഞു. ഞാൻ കയറി നിന്നു. അച്ഛൻ വന്നു, എൻ്റെ തലയെ കൈവച്ചു. ഞാൻ വേഗം, എന്താണെന്നറിയില്ല, എനിക്ക് എവിടെ നിന്നാണെന്നറിയില്ല, പെട്ടെന്ന് ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എത്ര നാളായി ഞാൻ ഈ വിഷയം കൊണ്ട് നടക്കുകയാണ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് സ്വസ്ഥമാക്കല്ലേ അമ്മേ, എനിക്കും സൗഖ്യം താ അമ്മേ, എനിക്കും സാക്ഷ്യം പറയാനൊരു അവസരം താ അമ്മേ എന്ന് പറഞ്ഞു. അച്ഛൻ തൈലം തന്നു. എന്നോട് പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി പോയി അത് തേക്കണമെന്ന് പറഞ്ഞു. വിശ്വാസപ്രമാണം ചൊല്ലി ഞാനത് വയറ്റിൽ തേച്ചു. പിന്നെ എവിടുന്നാണെന്നറിയില്ല, എനിക്ക് പിന്നെ ഒരിക്കൽ പോലും ഇത്രയും നാളായിട്ടോ എനിക്ക് ആ അസുഖം ഇതുവരെ വന്നിട്ടില്ല. അതിന് അമ്മയോട് ഒത്തിരി നന്ദി പറയാണ്. കാരണം 12 വർഷമായി ഞാൻ വിഷമിച്ച് നടന്നൊരു വിഷയമായിരുന്നു. ഇന്ന് എനിക്കതിൽ അത് നിന്നു. ആ സൗഖ്യം കിട്ടിയെന്ന് ഇപ്പോഴും ഞാൻ സൗഖ്യം കിട്ടിയെന്നുള്ളൊരു സന്തോഷം എനിക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ രണ്ടാമതായുള്ള എൻ്റെ വിഷയം എന്ന് പറയുന്നത്, എനിക്ക് +2 കഴിഞ്ഞ് 72% മാർക്കേ ഉള്ളായിരുന്നു. എനിക്ക് വേണ്ടി ആ സമയത്ത് ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ഒരു കോളേജിൽ നിന്നും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെ ആയിപ്പോയി. ഞാൻ ആരോടും ഒന്നും സംസാരിക്കാതായി. വീട്ടിലാണെങ്കിൽ പോലും ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. ഞാനൊന്നും മിണ്ടാണ്ടായി. ആഹാരം പോലും കഴിക്കുന്നില്ല. കാരണം ഒരു കോളേജിൽ നിന്ന് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലായിടത്തും കൊടുക്കുമ്പോഴും കേരളത്തിൽ നിന്നുള്ള എല്ലാ കോളേജും റിജക്റ്റ് ചെയ്തു. കാരണം എനിക്ക് 72% മാർക്കേ ഉള്ളൂ. ഞാൻ എന്നും ഈശോയോട് പറയുന്ന ഒരു കാര്യം, ഞാൻ ഇന്ന് ഇത്രത്തോളം എത്തിയിട്ടുണ്ടെങ്കിൽ അത് നീണ്ട മിടുക്കാം. എനിക്ക് ഒരു കഴിവുമില്ല. ഞാൻ ഒരു കഴിവുമില്ലാണ്ടാണ് ഞാൻ ഈ ലോകത്തോട്ട് വന്നത്. ഞാൻ ഇത്രത്തോളം ഇവിടെ നിൽക്കുന്നതും ഈശോ നൽകുന്ന ഓരോ അനുഗ്രഹമാണെന്ന് ഞാൻ എന്നും ഈശോയോട് പറയും. ഞാനപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ CMC വെല്ലൂരിലെ ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ അഡ്മിഷനായിട്ട് കൊടുത്തു. എൻട്രൻസ് എക്സാം വന്നു. എൻട്രൻസ് എഴുതി. അപ്പോഴും ഞാൻ ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, നീ എന്നെ ഏറ്റെടുത്തോണേന്ന് ഞാൻ പറയുമായിരുന്നു. റിസൾട്ട് വന്നപ്പം എനിക്ക് 42nd റാങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ, അതും എല്ലാ കോളേജിൽ നിന്നും എന്നെ റിജക്റ്റ് ചെയ്തതും ഏറ്റവും മാർക്ക് കുറഞ്ഞ എന്നെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ എന്നെ വിളിച്ചതിൽ അതും ഈശോ തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുമാത്രം കൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള സമയത്ത് ഞാൻ ഈശോയോട് എന്ന് സംസാരിക്കും. ഞാൻ ഒരിക്കലും ഒരു പ്രാർത്ഥനയായിട്ടല്ല, ഞാൻ ഉടമ്പടിയിലുള്ളപ്പോഴും ഞാൻ അമ്മയോടും ഈശോയോടും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഞാനൊരു പ്രാർത്ഥനയായിട്ട് ഞാൻ കരുതില്ല. ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്നോട് അമ്മ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിൻ്റെ അപ്പനും അമ്മയും നിന്നെ ഇട്ടേച്ചും പോയാലും, ആര് നിന്നെ വേണ്ടെന്ന് വെച്ചാലും കർത്താവ് നിന്നോട് കൂടെ എന്നുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസവും ബലവും എനിക്ക് ഈശോ നൽകിയിട്ടുണ്ടായിരുന്നു. കാരുണ്യപ്രവർത്തികളായി ഞാൻ ചെയ്യുന്ന കാര്യം, എനിക്ക് അമ്മയാണ് ആദ്യം ഈ വഴി കാട്ടിത്തന്നത്. അമ്മയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് അമ്മ കാരുണ്യപ്രവർത്തികളായി ഓരോ സമയവും പൈസയാണെങ്കിലും ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ കൂടെ, എനിക്കതൊരു മോട്ടിവേഷനായി. എനിക്കും കൊച്ചിലെ മുതലൊരു ഉള്ളിലുള്ളൊരു കാര്യമായിരുന്നു, എനിക്കും ആരെങ്കിലും ഒക്കെ സഹായിക്കണമെന്ന്. ഞാൻ അങ്ങനെ ഓരോരുത്തരെ സഹായിക്കാനായി എനിക്ക് സ്റ്റുഡൻറ്റ് പീരീഡ് ആയതുകൊണ്ട് എനിക്ക് സ്വന്തമായി കയ്യിൽ ഒന്നുമില്ല. അപ്പം ഞാൻ അമ്മയോട് പോലും പറയാണ്ട് തുടങ്ങിയതാണ്. ഞാനിങ്ങനെ ചിലവാക്കുന്ന കൊച്ചു കാര്യങ്ങളിൽ ചിലവാക്കുന്ന പൈസ എപ്പോഴും ഞാൻ മാറ്റി വെച്ച്, അത് ഞാൻ 6 മാസം കൂടിയിരിക്കുമ്പോഴായിരിക്കും ചിലപ്പം സ്റ്റുഡൻറ്റ് പീരീഡിൽ വീട്ടിൽ വരുന്നത്. ആ സമയത്ത് ഞാൻ അത് കൂട്ടി വെച്ച് ഞാൻ ഓരോരുത്തർക്ക് സഹായത്തിനായി ഒക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ കൊച്ചിലെ നേർന്നൊരു നേർച്ചയായിരുന്നു. അമ്മ മാതാവിനോടാണ് ഞാൻ ആദ്യം അത് പറഞ്ഞത്, അമ്മ എനിക്ക് ജോലി കിട്ടിയ എൻ്റെ ജോലിയുടെ ആദ്യത്തെ ദശാംശം ഞാൻ അമ്മയുടെ നടയിലേക്ക് കൊടുത്തേക്കും, അത് ഞാൻ ഉറപ്പാണ് അമ്മയ്ക്ക്. ഞാൻ ഇത്രയും നാളും കഴിഞ്ഞ് വന്നിട്ടും എൻ്റെ അമ്മ അത് ഞാൻ കൊടുത്തപ്പം
എനിക്ക് ജോലി കിട്ടിയ ആദ്യത്തെ ശമ്പളം ഞാൻ കൊടുത്തപ്പോഴും എൻ്റെ അമ്മ എന്നോട് ചോദിച്ച ഒരേ ഒരു കാര്യം, നീ ഇതുവരെ അത് മറന്നില്ല. ഞാൻ പറഞ്ഞു, ഞാനത് മറന്നിട്ടില്ല. ഞാൻ എൻ്റെ ഈ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ മുടക്കത്തില്ലെന്ന് ഞാൻ അമ്മയോട് ഉറപ്പായി പറഞ്ഞു. ഞാനത് ഇവിടെ കൃപാസനത്തിൻ്റെ നടയിൽ അമ്മയുടെ ഉപരിപ്രവർത്തനങ്ങൾക്കായി ഞാൻ എൻ്റെ ജോലിക്ക് കിട്ടിയ ആദ്യത്തെ സാലറിയുടെ ദശാംശം ഞാൻ കൊടുത്തു. പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, അമ്മ എനിക്ക് തന്ന ഈ ഉടമ്പടിയിലൂടെ അമ്മ എനിക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും ഒരു ലിവിങ് ടെസ്റ്റിമോണി ആയിട്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്. എൻ്റെ ആശുപത്രിയിലാണേലും വരുന്ന ഓരോ രോഗികൾ അവർ സങ്കടപ്പെട്ട് വരുമ്പോഴും അവർക്ക് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ രോഗസൗഖ്യം അതിനായിട്ടാണ്, എല്ലാവരോടും സാക്ഷ്യം പറയാനായിട്ടാണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എല്ലാവരുടെ അടുത്തും ചെന്ന് പറയും. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങളെ പറ്റി പറയുമ്പോഴും അവർക്കും മനസ്സ് സന്തോഷവും. ഞാൻ അവരോട് പറയും, നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ, നിങ്ങൾക്കും കിട്ടും ഇതുപോലെ ഇതിലുമേറെ അനുഗ്രഹങ്ങൾ ഈശോ അമ്മയും നൽകുമെന്ന്. അമ്മയും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനം 91:14-15 തിരുവചനങ്ങൾ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. റോണ മേരി മാത്യു എന്ന ഈ മകളുടെ അത്യുജ്വലമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. മകൾ സധൈര്യം സന്തോഷത്തോടെ ഉടമ്പടി ജീവിതത്തിൽ മകൾക്ക് ലഭിച്ച വലിയൊരു രോഗസൗഖ്യം 12 വർഷമായി തൻ്റെ ജീവിതത്തെ ഏറെ ക്ലേശപൂർണമാക്കിയ, ജീവിതം പോലും സാധാരണ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത വിധം മകളെ അലോസരപ്പെടുത്തിയ, ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച വലിയ രോഗക്ലേശത്തിൽ നിന്ന് പരിശുദ്ധമ്മയുടെ സംരക്ഷണയാൽ, ഈശോയുടെ സ്പർശനത്താൽ, നേർച്ചവസ്തുക്കളുടെ പ്രയോഗത്താൽ മകൾക്ക് ലഭിച്ച വലിയ സൗഖ്യത്തെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ആയിരങ്ങൾക്കിടയിലൂടെ കർത്താവ് തിങ്ങിനൊരുങ്ങി പോകുമ്പോൾ അവൻ്റെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ചാൽ മതി സൗഖ്യപ്പെടുമെന്ന് രക്തസ്രാവക്കാരി ആഗ്രഹത്തോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ആ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുമ്പോൾ തന്നെ തന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചുവെന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, പലവിധ പരിശ്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ഒടുവിൽ ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ തൻ്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ അൾത്താരയിൽ മുട്ടുകുത്തുന്ന സന്ദർഭത്തെക്കുറിച്ച് മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അതൊരു പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷനുള്ള ഒരു കവനൻ്റാണ്. ആദ്യ അവസാനം നമ്മൾ കാണുന്നുണ്ട്, തുടർച്ചയായി സ്നേഹത്തോടെ മകൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ അമ്മ മാതാവിനോടും ഈശോയോടും മകൾ നിരന്തരം സംസാരിക്കുന്നത്. നമുക്ക് ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും അത് നമുക്ക് അമ്മ മാതാവിനും ഈശോയിലും സന്തോഷമുള്ളൊരു ബന്ധം ഉടലെടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാവുന്നത്. മകൾ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല എൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം, ഞാൻ സംസാരിക്കുന്നതാണ്. ആ വളരെ ലാഘവത്വത്തോടു കൂടി സ്വതന്ത്രമായിട്ട് നിർഗളമായി അവൾ അമ്മ മാതാവിനോട് ഈശോയോട് സംസാരിക്കുന്നത് ഓരോ ദിവസവും ഓരോ നേരത്തും അതെങ്ങനെയെന്ന് അവളുടെ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഉണരുമ്പോൾ മാതാവിന് ഗുഡ് മോർണിംഗ് പറയുന്നതാണ്, ഈശോയ്ക്ക് ഗുഡ് മോർണിംഗ് പറയുന്നതാണ് അവളുടെ സന്തോഷം എന്നവൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം പല നേരങ്ങളിലും അമ്മ മാതാവും ഈശോയും ചെവിക്കുള്ളിൽ കൃത്യമായിട്ട് ചില കമ്മ്യൂണിക്കേഷൻ കൈമാറിക്കൊടുക്കും. ആ കമ്മ്യൂണിക്കേഷൻ അവളുടെ ജീവിത വിഷയങ്ങൾ പരിഹരിക്കും വിധം, അത് ആ ജീവിത വിഷയങ്ങൾക്ക് അനുഗ്രഹമാകും വിധം മാറുന്നതും മകൾ സൂചിപ്പിക്കുന്നുണ്ട്. മെറിറ്റിനേക്കാൾ ഉപരി കൃപയാൽ ജീവിതം ഓരോ നിമിഷവും അനുഗ്രഹിക്കപ്പെടുന്നതും മകൾ തൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു. ഇവിടെ കേരളത്തിലെല്ലായിടത്തും തൻ്റെ മാർക്ക് ലിസ്റ്റ് 72% കൊടുത്ത് എല്ലാവരും റിജക്റ്റ് ചെയ്തപ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച നേഴ്സിംഗ് കരിയറുള്ള, നേഴ്സിംഗ് ട്രഡീഷനുള്ള CMCയിൽ അവിടുത്തെ എൻട്രൻസിൽ അവൾക്കവിടെ പ്രവേശനം കിട്ടുന്നതിനും പഠിക്കുവാനും മകളെ സഹായിച്ചതെന്ന്. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ അമ്മയുടെയും ഈശോയുടെയും കൃപയാൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അമ്മ മാതാവും ഈശോയും ഒരുക്കി തന്നുവെന്നാണ്. അമ്മ തന്നെ മകൾക്ക് ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരം വല്ലാതെ ക്ഷീണിക്കുകയും
ഈ രക്തസ്രാവം മൂലം വല്ലാതെ മകൾ ക്ലേശിക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവ് തന്നെ മകൾക്ക് സന്ദേശം കൊടുക്കുന്നുണ്ട്. ഉടമ്പടി എടുത്താൽ ഇതിനുള്ള വഴിയുറപ്പെന്ന് മകൾക്ക് അതാണ് ആദ്യം കൊടുക്കുന്ന ബോധ്യം. ഉടമ്പടി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 12 വർഷമായി ഞാൻ ക്ലേശിക്കുന്ന എൻ്റെ ഈ ജീവിത വിഷയത്തിന് പരിഹാരമാകുന്ന കാര്യങ്ങൾ അമ്മ എനിക്ക് തെളിച്ചു തരും. മകൾ പറയുന്നുണ്ട്, ആദ്യം അത് ഒരു സിസ്റ്റാണ് എന്നൊരു അറിവ് മകൾക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമത് സർജറിയിലൂടെ പരിഹരിക്കപ്പെടും എന്നൊരു ബോധ്യം കൊടുക്കുകയും എല്ലാവർക്കും ഭയപ്പാടും ആകുലതയും ഉള്ളപ്പോഴും അല്പം പോലും ഭയപ്പെടാതെ ആ സർജറി മുറിയിൽ ഈശോ ഇവിടെ ഉണ്ടാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മകൾക്കെടുത്ത ലാഘവത്വത്തോടെ സന്തോഷത്തോടെ അതിലേക്ക് പ്രവേശിക്കുന്നത് മകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ ഇത് വൈദ്യശാസ്ത്രം കൊണ്ടല്ല, ഇത് മരുന്ന് കൊണ്ടല്ല, ഇത് കർത്താവിൻ്റെ സ്പർശനം കൊണ്ട് മാത്രമേ സൗഖ്യപ്പെടൂ എന്ന തിരിച്ചറിവിലേക്ക് മകളെ കൊണ്ടുവരുന്നുണ്ട്. അച്ഛൻ്റെ ഈ എൽത്താരയിൽ സൗഖ്യപ്പെടുവാൻ വേണ്ടി മകളിത് മുട്ടുകുത്ത് നിൽക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, ഞാൻ ഈ അച്ഛൻ്റെ ആശീർവാദത്തിന് വേണ്ടി എൻ്റെ ചീട്ട് കൊടുക്കുമ്പോൾ എൻ്റെ കണ്ണീര് വല്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. ധാരധാരയായി അമ്മയോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് അവസാനത്തെ ഇടമായിരിക്കണം എൻ്റെ ഈ രോഗത്തിന് ഞാൻ വന്നെത്തേണ്ടത്. ഒരിക്കലും ഇതിനി എന്നെ ബാധിക്കാത്ത വിധം, ശല്യപ്പെടുത്താത്ത വിധം, ഭാരപ്പെടുത്താത്ത വിധം എൻ്റെ ജീവിതത്തെ അമ്മ ഏറ്റെടുക്കുകയും എന്നെ സഹായിക്കുകയും വേണമെന്ന്. മകൾ ഇന്ന് ആ സാക്ഷ്യം പറയുമ്പോൾ ആ മുഖത്ത് എന്തൊരു പ്രസാദമാണ്, എന്തൊരു ചിരിയാണ്. ഭാരം മുഴുവനും, ക്ലേശം മുഴുവനും, രോഗത്തിൻ്റെ ദൈന്യത മുഴുവനും അവളെ വിട്ടുപോയിട്ട് അവൾ പറയുന്നുണ്ട്, അന്ന് അച്ഛൻ നൽകിയ ആ സൈത്തൻ്റെ ഉദരത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചത് മുതൽ ഇന്ന് വരെ പിന്നീട് ഒരിക്കലും ഞാൻ ആ രോഗക്ലേശത്തിലൂടെ കടന്നു പോയിട്ടില്ല. എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും സൗഖ്യപ്പെടുത്തിയെന്ന. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഈശോ സ്പർശിച്ച ഒരു രോഗസൗഖ്യത്തിൻ്റെ അനുഭവമായി മകൾ ഈ എൽത്താരയിൽ നിൽക്കുന്നുവെന്നുള്ളതാണ്. ഈശോ തൊട്ടുവന്ന് അറിഞ്ഞുകൊണ്ട് ഈശോ സൗഖ്യപ്പെടുത്തിയെന്ന് തിരിച്ചറിവോടുകൂടി നമ്മോട് മകൾ പങ്കുവയ്ക്കുകയാണ്. മറ്റൊന്നുമല്ല, മരുന്നല്ല, ചികിത്സയല്ല, എൻ്റെ കർത്താവിൻ്റെ സ്പർശനത്താൽ, എൻ്റെ കർത്താവിൻ്റെ നേർച്ച വസ്തുക്കളുടെ പ്രയോഗത്താൽ എൻ്റെ 12 വർഷമായുള്ള രോഗത്തിന് എൻ്റെ അമ്മയും ഈശോയും സൗഖ്യം നൽകിയെന്ന. എന്തുമാവട്ടെ ജീവിത വിഷയം, പ്രത്യാശയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ ആർക്കും പരിഹരിക്കാനാവാത്തത് നമുക്ക് വേണ്ടി പരിഹരിച്ചു നൽകി ദൈവത്തിൻ്റെ സ്വന്തമാക്കും. മകളുടെ വാക്കുകളിൽ ദൈവത്തിൻ്റെ സ്വന്തമാകുന്ന മകളുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മകൾക്ക് ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും, രോഗസൗഖ്യത്തിനും, ജീവിത വിജയത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.